ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ അതിഥി സിനിമാ ലോകത്ത് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ്. ലോകം മുഴുവനും ഇദ്ദേഹത്തിന് ധാരാളം ഫാൻസ് ഉണ്ട്. ഹീറോയായും അഭിനയിച്ചിട്ടുണ്ട്, വില്ലനായും അഭിനയിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ചിരിപ്പിക്കുകയും ചെയ്യും, അതുപോലെ കരയിപ്പിക്കുകയും ചെയ്യും. അദ്ദേഹം കോമഡി റോൾസ് ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് ട്രാജഡിയുടെ കാര്യത്തിലും. ജനങ്ങൾ ഇദ്ദേഹത്തെ OTTയുടെ രാജാവ് എന്നാണ് വിളിക്കുന്നത്. പ്ലീസ് വെൽക്കം പ്രശസ്തനായ അഭിനേതാവ് പങ്കജ് ത്രിപാഠി. അടുത്തതായി ആപ്കി അദാലത്തിൽ ഞാൻ വിളിക്കാൻ പോകുന്നത് ഇന്നത്തെ ജഡ്ജിയായ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ചീഫ് മാനേജർ എഡിറ്റർ എന്റർടൈൻമെന്റ് സോണൽ കാൾറാവെ സ്വാഗതം ചെയ്യുന്നു. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ്, ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ജഡ്ജിയുടെ അടുത്ത് ഇന്നത്തെ വിചാരണ തുടങ്ങുവാനുള്ള അനുവാദം നമുക്ക് ചോദിക്കാം. അനുവാദം നൽകിയിരിക്കുന്നു, നിങ്ങൾ തുടങ്ങിക്കോളൂ. ഇപ്പോ ദേശം മുഴുവനും രാമന്റെ മയമാണ്. ഇന്ന് നമ്മൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ വിചാരണ തുടങ്ങുവാൻ പോവുകയാണ്. പങ്കജ് ത്രിപാഠിയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ പങ്കജ് ത്രിപാഠിയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം, ഇദ്ദേഹത്തിന് കുസൃതി കുറച്ച് കൂടുതലാണ്. പങ്കജ് സർ, താങ്കൾ സിനിമയിൽ താങ്കളെ എത്രത്തോളം നല്ലവനായി കാട്ടുന്നുവോ അങ്ങനൊരു പാവത്താനായിട്ടാണ് താങ്കൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ താങ്കൾ അത്രയ്ക്ക് പാവത്താനൊന്നുമല്ല. കുട്ടിക്കാലം മുതലേ താങ്കൾ കുസൃതിക്കാരനാണെന്ന് താങ്കളുടെ ഗ്രാമത്തിലുള്ളവർ പറയുന്നു. പോക്കറ്റിൽ പാമ്പിനെ വെച്ചിട്ട് ചുറ്റിക്കറങ്ങുന്നെന്നും പറഞ്ഞു. പാമ്പിനെ കയറിനെ പോലെ ചുറ്റുമെന്നും പറഞ്ഞു. ഇതൊക്കെ സത്യമാണോ? ഞാൻ സത്യം അംഗീകരിച്ചല്ലേ മതിയാവൂ. അത് സത്യമാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ഗ്രാമത്തിൽ കളിക്കാനുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. TV പോലും ഇല്ല. അന്ന് പാമ്പും കോണിയൊക്കെ അല്ലേ കളിക്കാൻ പറ്റൂ. ഞാൻ 76-ലാണ് ജനിച്ചത്. 86-ൽ എനിക്ക് 10 വയസ്സ്. എന്റെ ഗ്രാമത്തിൽ കറണ്ട് കണക്ഷൻ കിട്ടിയപ്പോൾ എനിക്കൊരു 15-16 വയസ്സ് കാണും. ഞങ്ങൾ കുട്ടിക്കാലത്ത് കളിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രൻ, നക്ഷത്രം, പൂമ്പാറ്റ, പാമ്പ്, തേള്, പിന്നെ തെരുവിലെ നായ്ക്കളൊക്കെ ഉണ്ടാവില്ലേ, അതിന്റെ കൂടെയൊക്കെ ഞങ്ങൾ കളിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണോ പാമ്പിനെ സൈക്കിളിൽ ചുറ്റി കൊണ്ടുവരുന്നത്? ആ അപകടം ഒരു തവണ അറിയാതെ സംഭവിച്ചതാ. ഞാൻ കൊണ്ടുവന്നതല്ല. ചിലപ്പോ അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അത് ഈ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ വലുതാക്കി പെരുപ്പിച്ച് സംസാരിച്ച് കാണാറുണ്ട്. മരത്തിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയ അത് ചാടിയതാണെന്ന് പറയും. പക്ഷെ സത്യം എന്താണെന്ന് ഞാൻ അറിയാതെ വീണതായിരിക്കും. കുട്ടിക്കാലത്ത് ഇതൊക്കെ സാധാരണ അല്ലേ സാർ? അപ്പൊ സൈക്കിളിൽ ധാരാളം സർക്കസ് ചെയ്തിരുന്നു എന്ന് കേട്ടു. അതെ. സൈക്കിളിൽ ഞങ്ങൾ ഒരുപാട് അഭ്യാസങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. കാരണം അന്നൊരു പയ്യനുണ്ടായിരുന്നു. അവൻ സൈക്കിൾ അഭ്യാസത്തിലൊക്കെ അഗ്രഗണ്യനാ. പിന്നെ പെൺകുട്ടികളുടെ ഇടയിലും പോപ്പുലർ ആയിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നടന്നതാ. ഒരു 8-9 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ സ്ലോ സൈക്കിൾ റേസ് നടത്താറില്ലേ, ആരാണ് ഏറ്റവും സ്ലോ ആയിട്ട് ഓടിക്കുക എന്നുള്ളതാണ് മത്സരം. അന്നത്തെ സ്ലോ സൈക്കിൾ മത്സരത്തിലെ വിന്നർ വളരെ പോപ്പുലർ ആവുമായിരുന്നു. അതുകൊണ്ട് എനിക്കും അതെങ്ങനെങ്കിലും പഠിച്ച് വളരെ പോപ്പുലർ ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തോറ്റുപോയി. എന്നെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല. കുട്ടിക്കാലത്ത് കുറുമ്പ് കൂടിയത് കൊണ്ട് ചെറുജീവികളെ പിടിച്ച് തിന്നെന്ന് കേട്ടു. ഞാൻ അന്നൊരു പുഴയിലിറങ്ങി നീന്താൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പുഴ എന്റെ വീടിന്റെ പുറകെ തന്നെയായിരുന്നു. വെള്ളത്തിന്റെ മേലെ കറുത്ത കളറിലുള്ള ഒരു പ്രാണി ഉണ്ടാവും. ആ പ്രാണി വളരെ വേഗത്തിൽ വെള്ളത്തിന്റെ മേലെ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന വലിയ കുട്ടികളെല്ലാവരും വെള്ളം കുടിക്കുന്ന കൂട്ടത്തിൽ അതിനെയും കുടിച്ചാൽ പെട്ടെന്ന് നീന്തൽ പഠിക്കാമെന്ന് പറഞ്ഞു. കാരണം അത് നീന്തൽ പഠിപ്പിക്കുന്ന പ്രാണിയാണെന്നും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിനെ എടുത്ത് അങ്ങ് കുടിച്ചു, നീന്തൽ എളുപ്പം പഠിക്കാൻ വേണ്ടി. പക്ഷേ അതിനെ കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. താങ്കൾ ഇത് കുസൃതി എന്ന് പറയുന്നു. അപ്പോൾ ഇതും കുസൃതി തന്നെയാണോ? താങ്കളുടെ റൂംമേറ്റ്സുകളെ, അതായത് താങ്കളുടെ ഹോസ്റ്റൽ മേറ്റ്സുകളെ പേടിപ്പെടുത്തുന്ന പ്രേതങ്ങളുടെ ശബ്ദമെല്ലാം കേൾപ്പിക്കുന്നത് കേട്ടു. ഞാൻ എല്ലാ കുറ്റാരോപണങ്ങളും അംഗീകരിച്ചേ മതിയാവൂ. കാരണം ഇതെല്ലാം സത്യമാണ്. അതെ, എന്റെ ബാച്ച്മേറ്റ് ഒരാളുണ്ടായിരുന്നു. ചെറുനാരങ്ങയും കുങ്കുമവും പിന്നെ അതിലൊരു സൂചിയും കുത്തി ബെഡിന്റെ താഴെ വെക്കും.
കാരണം അവന് പ്രേതത്തെ ഭയങ്കര പേടിയായിരുന്നു. അവനെ പേടിപ്പിക്കാൻ വേണ്ടി ഞാനും കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ താങ്കൾ ചെയ്ത വലിയൊരു കുസൃതി എന്താണെന്ന് പറയാം. താങ്കളുടെ പേര് പങ്കജ് തിവാരി. താങ്കളുടെ പേര് മാത്രം മാറ്റാതെ താങ്കളുടെ അച്ഛന്റെ പേരും ചേർത്താണ് മാറ്റിയിരിക്കുന്നത്. അതെ, ഇതും ഒരു കുറുമ്പ് തന്നെയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒന്ന് നടന്നത്. അച്ഛന് മകന്റെ സർനെയിം കിട്ടുന്നത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ഹാൾ ടിക്കറ്റിന് വേണ്ടി ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. ഞങ്ങള് തിവാരി ആണെങ്കിലും ഗ്രാമത്തിൽ ത്രിപാഠിയൊക്കെ ഉണ്ടായിരുന്നു. എന്റെ കൊച്ചച്ഛനൊക്കെ ത്രിപാഠി എന്നായിരുന്നു എഴുതാറ്. 2 സർനെയിമും ഏകദേശം ഒന്ന് തന്നെയാ. അദ്ദേഹം സർക്കാർ ജോലി കിട്ടിയ ഒരു ഓഫീസറൊക്കെ ആയി. വേറൊരു വല്യച്ഛനുണ്ടായിരുന്നു. അദ്ദേഹവും ഒരു ഹിന്ദി പ്രൊഫസറായി മാറി. ഞാനും തിവാരി എന്ന് പേരുണ്ടായിരുന്ന എല്ലാവരും പൂജയും ഹോമവും കൃഷിയും മറ്റുമായിട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ എനിക്കിതൊക്കെ സർനെയിം കാരണമാണ് നടക്കുന്നതെന്ന് തോന്നി. അപ്പോൾ എനിക്ക് കൃഷിയിൽ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ എൻ്റെ മുന്നിലുണ്ടായിരുന്ന അവസാനത്തെ ഓപ്ഷൻ ഇതായിരുന്നു. അതുകൊണ്ട് ഞാനിത് തിരഞ്ഞെടുത്തു. ഇതാണ് സത്യം. അതുകൊണ്ട് ഞാൻ ഫോമിൽ എൻ്റെ പേര് ത്രിപാഠി എന്ന് എഴുതി. അച്ഛൻ്റെ പേര് തിവാരി എന്ന് എഴുതാമെന്ന് കരുതി. അച്ഛൻ്റെ പേര് പണ്ഡിറ്റ് ബനാറസ് തിവാരി. ഇനി എൻ്റെ ഹാൾ ടിക്കറ്റ് എങ്ങാനും റിജക്റ്റ് ആയാലോ എന്ന് കരുതി ഞാൻ പേടിച്ചു. അതുകൊണ്ട് അച്ഛൻ്റെ പേരും ഞാൻ പണ്ഡിറ്റ് ബനാറസ് ത്രിപാഠി എന്ന് തന്നെ അങ്ങ് എഴുതി. താങ്കൾ വലിയൊരു നിലയിലേക്ക് എത്തുവാൻ വേണ്ടി താങ്കളുടെ പേര് മാറ്റി. പക്ഷേ താങ്കളോടൊരു ജ്യോത്സ്യൻ പറഞ്ഞു താങ്കളെ കൊണ്ട് ഒരിക്കലും സിനിമയിലൊക്കെ ജോലി ചെയ്യാൻ സാധ്യമല്ലെന്ന്. അതും താങ്കളുടെ കാലിലുള്ള രേഖ കണ്ടു പറഞ്ഞു. അതെ, അങ്ങനെ തന്നെയാ പറഞ്ഞത്. എൻ്റെ വീട്ടിൽ എൻ്റെ കൂടപ്പിറപ്പായ എൻ്റെ വല്യച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പയ്യൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടാകെ ഉറങ്ങിയതുപോലെ ആവും. മുതിർന്നവരൊക്കെ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടാവും, കുട്ടികളൊക്കെ വേറൊരു ഭാഗത്ത് കളിക്കുന്നുണ്ടാവും. എല്ലാ സ്ഥലത്തും അലങ്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിലൊരു ബോറിംഗ് ആയിട്ടുള്ള അവസ്ഥയായിരിക്കും. അപ്പം ഞാനും അവിടെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ജ്യോത്സ്യൻ വന്ന് എന്നെ വാ എന്ന് പറഞ്ഞ് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ജയ്കാന്ത്. അദ്ദേഹം BHUവിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പക്ഷെ അദ്ദേഹം ജ്യോത്സ്യനും കൂടിയായിരുന്നു. അദ്ദേഹം ഞാൻ വിദേശത്തൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു. ഇതാ എന്നോട് പറഞ്ഞത്. നേപ്പാൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ, വിദേശത്ത് എവിടേക്കാ പോകുന്നത്? നേപ്പാളിലേക്കാണോ പോകുന്നത്? അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നേപ്പാളൊന്നും വിദേശ രാജ്യമായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ്. കാരണം അവിടെ വിസയും പാസ്പോർട്ടും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് പോകാൻ പറ്റും, അവിടെ നിന്ന് വരാനും പറ്റും. ഞാൻ എന്തായാലും വിദേശത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എങ്ങോട്ടാ പോവുക എന്ന് എല്ലാവരും വളരെ ആശ്ചര്യത്തോടെ ചോദിക്കാൻ തുടങ്ങി. അതായത് അപ്പം ഞാൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഞാൻ എയർ ഇന്ത്യയിലെ മെയിൻ്റെനൻസ് സ്റ്റാഫ് ആകുമെന്ന് പറഞ്ഞു. ഇവൻ ഉറപ്പായിട്ടും എയർ ഇന്ത്യയിലെ മെയിൻ്റെനൻസ് സ്റ്റാഫായിട്ട് മാറുമെന്ന് തീരുമാനിച്ചു. പക്ഷേ പൈലറ്റോ ക്രൂ മെമ്പറോ ഒന്നും ആവില്ലെന്നും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഭാവനയിലാണെങ്കിലും നല്ലൊരു പൊസിഷൻ തന്നുകൂടെ എന്ന്. പിന്നെ എൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞത് എന്നെ കൊണ്ട് ആക്ടിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. പിന്നെ ഇലക്ട്രോണിക്സിൽ നല്ല ഫ്യൂച്ചർ ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ TV സെയിൽസ്മാൻ ആവണമെന്ന് പറഞ്ഞു. സോ ഞാനൊരു ആക്ടർ ആവുമെന്നോ സിനിമയിലൊക്കെ അഭിനയിക്കുമെന്നോ ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അപ്പോൾ താങ്കളുടെ ആക്ടിംഗ് കരിയർ എവിടെ നിന്നാണ് തുടങ്ങിയത്? എൻ്റെ ഉള്ളിൽ നിന്ന്. ആദ്യത്തെ സന്ദർഭം എങ്ങനെ കിട്ടി? പാട്നയിൽ ഒരു വിദ്യാർത്ഥികളുടെ സമരത്തിനകത്ത് ഞാൻ പങ്കെടുത്തിരുന്നു. അതിന് 2 ദിവസം എന്നെ പിടിച്ച് അകത്തിട്ടു. പിന്നെ തിരിച്ചു വന്നപ്പോൾ എൻ്റെ കൂടെ വന്നിരുന്ന ഒരു ഫ്രണ്ട് അടുത്തൊരു നാടകം നടക്കുന്നുണ്ട്, വാ നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിപ്പോയി. ഞാനും അത് പോയി കണ്ടു. വളരെ നന്നായിരുന്നു അത്. അതിനു മുന്നേ 2 ദിവസം ജയിലിൽ നിന്ന് പോലീസുകാരുടെ അടുത്ത് നല്ല അടി കിട്ടി എനിക്ക്. അപ്പം എനിക്ക് തോന്നി നേതാവാകുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലാത്തി കൊണ്ട് അടിയൊക്കെ കിട്ടുമെന്നൊക്കെ. അങ്ങനെ അവിടെ മുതൽ ഞാൻ നാടകങ്ങളൊക്കെ കാണാൻ തുടങ്ങി. കണ്ട് എനിക്ക് ആ മേഖലയിൽ വളരെ താല്പര്യം വന്നു. ഒരു നാടകം കണ്ട് ഞാനൊന്ന് കരഞ്ഞിട്ടുണ്ട്. ഒരു ആക്ടറിൻ്റെ പെർഫോമൻസ് കണ്ടും കരഞ്ഞിട്ടുണ്ട്. പട്ന നഗരത്തിൽ ഒരു സൈക്കിൾ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ആ കാളിദാസ രംഗാലയത്തിൻ്റെ പുറത്തായിരുന്നു അതുള്ളത്. അതിൻ്റെ ഇൻചാർജറിൻ്റെ പേര് സുനിൽ. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ റെഗുലറായിട്ട് നാടകം കാണാൻ പോകാറുണ്ട്, എനിക്കും ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ അതിൽ ചേർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ പാട്നയിലെ ഒരു നാടക ഗ്രൂപ്പിൽ ചേർത്തു. അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ല ഡയറക്ടറായിരുന്നു. ഞാൻ നാടകം കാണാൻ ഡെയിലി വന്നുകൊണ്ടിരുന്നു. അതായത് നാടകം എപ്പോഴുണ്ടോ അപ്പോഴൊക്കെ വന്നു. അപ്പോൾ സൈക്കിൾ സ്റ്റാൻഡിന് ഞാൻ 1 രൂപ കൊടുക്കണമായിരുന്നു. എന്നാലും അവരെനിക്കതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തന്നു. നീ ഒരു നല്ല ഓഡിയൻസാണ്, ഡെയിലി വരുന്നുണ്ട്, അതുകൊണ്ട് കാശൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് കണ്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് എനിക്ക് ആദ്യത്തെ അവസരം വാങ്ങിത്തന്നത്. താങ്കൾ പട്നയിലേക്ക് പോയി, അതും മെഡിക്കൽ പഠിക്കുവാൻ വേണ്ടി. താങ്കളൊരു ഡോക്ടറാകണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. ഞാനൊന്നും ഡോക്ടർ ആവില്ലെന്ന് തോന്നി. വേറൊരു കാര്യം, ഡോക്ടറിൽ നോക്കിയാൽ ഡോക്ടറിലും ടെററുണ്ട്, ആക്ടറിൽ നോക്കിയാൽ അതിലും ടെററുണ്ട്.
എന്തായാലും ടെറർ തന്നെയല്ലേ, ഡോക്ടർ ആയില്ലെങ്കിലും എന്താ ഹാക്ടർ ആയല്ലോ. താങ്കൾ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നു അറിഞ്ഞു. ഹോട്ടലിൽ ഞാൻ കിച്ചൺ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു വർക്ക് ചെയ്തത്. ആദ്യം ഒരു 6-7 മാസം ഞാൻ ട്രെയിനി ആയിട്ട് നിന്നു. വേറെ വേറെ ഡിപ്പാർട്ട്മെന്റുകളിൽ കോണ്ടിനെന്റൽ, ചൈനീസ്, പാൻട്രി, പിന്നെ ബേക്കറിയിലും വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ചെഫ് ഒരുത്തരുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ സൂപ്പർവൈസർ ആക്കണമെന്ന് ആഗ്രഹിച്ചു. ഇവൻ എല്ലാവരെയും മാനേജ് ചെയ്യുന്നുണ്ട്, എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് എന്നെ ഒരു കൊല്ലത്തേക്ക് കിച്ചൺ സൂപ്പർവൈസർ ആക്കി. താങ്കളുടെ കുസൃതി അവിടെയും തുടർന്നതായിട്ട് കേട്ടു. മനോജ് വാജ്പേയിയുടെ ചെരുപ്പ് മോഷ്ടിച്ചെന്നും കേട്ടു. അല്ല, അത് ഞാൻ വളരെ ഗുരുഭക്തിയോടെ എടുത്തതാ. ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുമല്ലോ. ഇപ്പോൾ ഗുരുജി ഹോട്ടലൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് പോയി. എന്നാലും ഒരു റബ്ബർ സ്ലിപ്പർ വിട്ടിട്ടാ പോയത്. ഹൗസ് കീപ്പിങ്ങിന്റെ ആൾക്കാരെ എൻ്റെ അടുത്ത് എന്താ വന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, അദ്ദേഹം ഉള്ളപ്പോൾ അദ്ദേഹത്തിന്റെ റൂമിൽ സർവീസ് ചെയ്യാൻ പോയിരുന്നു, കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ എന്തെങ്കിലും കഴിക്കണമെങ്കിലോ എൻ്റെ അടുത്ത് പറയണമെന്നും പറഞ്ഞു. ഹൗസ് കീപ്പിംഗുകാർ ചെരുപ്പ് വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനതങ്ങ് എടുത്തു. അറ്റ്ലീസ്റ്റ് ഗുരുവിന്റെ പാദം പതിഞ്ഞ ആ സാധനം എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് ഞാനങ്ങ് കരുതി. അതുകൊണ്ടാണ് ഞാനത് കൊണ്ടുവന്നത്. ഒരുപക്ഷെ അദ്ദേഹം തിരിച്ചു ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഒരു പുതിയ ബ്രാൻഡ് വാങ്ങിയിട്ട് ഞാൻ അദ്ദേഹത്തിന് കൊറിയർ അയക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് ചെരുപ്പിന്റെ കഥ. അത് അദ്ദേഹം തിരിച്ചു ചോദിച്ചതുമില്ല, ഇതൊന്നും അദ്ദേഹത്തിന് അറിയുക പോലുമില്ല. ആ ചെരുപ്പാണ് എൻ്റെ വിധി തന്നെ മാറ്റിമറിച്ചത്. ഇപ്പോൾ താങ്കൾ വലിയ വലിയ വിജയങ്ങൾ കീഴടക്കിയിരിക്കുകയാണ്, വലിയ ഉയരത്തിലെത്തിയിരിക്കുന്നു. ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സർ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾ ഒരു സിനിമയ്ക്ക് 4 കോടി രൂപ വാങ്ങിക്കുന്നതായിട്ട് കാണിക്കുന്നു. അത് നേരാണോ സർ? താങ്കളുടെ വരുമാനത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. പറയൂ സർ, അതൊക്കെ നേരാണോ? സത്യമല്ല. അതിനേക്കാളും അധികമാണോ ആ സർ? എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുത്ത് എത്ര വണ്ടിയുണ്ട്, എന്തൊക്കെ വണ്ടിയാണുള്ളത്? BMW, ജാഗ്വാർ, മെസഡിസ്, ഫെറാറി, ഓഡി. ഇത് ഞാൻ പറയണോ? ഇതെല്ലാം നിങ്ങളുടെ നിങ്ങൾക്ക് അടുത്ത് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാന്നുള്ളത് എനിക്കൊന്നും അറിയണമായിരുന്നു. അതല്ല സർ, നിങ്ങൾ പറയുവാണെങ്കിൽ നന്നായിരിക്കും. അതുകൊണ്ടാ. എൻ്റെ കയ്യിൽ 2 ഓട്ടോയുണ്ട്, 2 സ്കൂട്ടറുണ്ട്, പിന്നെ അതെന്താ കാര്യം ഞാൻ പറയാം, നിങ്ങൾ കേൾക്ക്. എൻ്റെ കയ്യിൽ ലക്ഷറി വണ്ടികളുണ്ട്, പക്ഷേ ഞാൻ ഒരിക്കലും അതിൻ്റെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാറില്ല. ഞാനത് ആരെയും കാണിക്കാനും തയ്യാറാകാറില്ല. ഇൻഫാക്ട് ഞാൻ എന്തിനാണത് വാങ്ങിയതെന്ന് വെച്ചാൽ, ഞാൻ ഈ സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന സമയങ്ങളിൽ, പ്രത്യേകിച്ച് വലിയ വലിയ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ ചെറിയ വണ്ടിയിലായിരുന്നു പോവാറ്. സോ കാണുന്നവരൊക്കെ ഞാനൊരു ചെറിയ ആക്ടറാണെന്നങ്ങ് വിലയിരുത്തി. ഇത്ര ചെറിയ വണ്ടിയിലാണല്ലോ വരുന്നതെന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ല എന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ ആ ലക്ഷറി വണ്ടികളൊക്കെ വാങ്ങി വെച്ചത്. അതല്ലാതെ എനിക്ക് ഈ ലക്ഷറി സാധനങ്ങളൊന്നും ഇഷ്ടമേ അല്ല. പിന്നെ നിങ്ങൾ തന്നെ നോക്കിക്കോ, ഇതൊക്കെ വെറും കോട്ടൺ തുണിയാണ്. ആൻഡ് യു ആർ ലുക്കിംഗ് വെരി സ്മാർട്ട് സർ. പക്ഷേ പങ്കജ് സാർ, താങ്കൾ അഭിനയിക്കാൻ വേണ്ടി ഗ്രാമത്തിൽ നിന്ന് മുംബൈയിലേക്ക് എത്തി. മോട്ടോർ സൈക്കിളിൽ നിന്നും വലിയ വണ്ടിയിലേക്കുള്ള മാറ്റം എങ്ങനെയായിരുന്നു? ഇതിനെക്കുറിച്ചുള്ള പല ചോദ്യങ്ങളും എന്റെ കൈവശമുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം പങ്കജ് ത്രിപാഠിയോടുള്ള ചോദ്യങ്ങൾ നമുക്ക് തുടരാം. जिस शहर में नौकर बन के आए हैं, हम मालिक हैं उस शहर के. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മളോടൊപ്പം വിചാരണയിലുള്ളത് പ്രസിദ്ധനായ ആക്ടർ പങ്കജ് ത്രിപാഠിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ പങ്കജ് ത്രിപാഠിയുടെ മേലുള്ള കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഏകപക്ഷമായി തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയാണ്. പങ്കജ് സാർ, താങ്കളുടെ ആക്ടിംഗ് കരിയർ നോക്കുകയാണെങ്കിൽ താങ്കൾ നല്ല റോളുകൾക്ക് വേണ്ടി മാറ്റങ്ങൾ വരുത്തുന്നു. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യുന്നു. അതിനൊരു ഉദാഹരണം ഞാനിപ്പോൾ പറയാം. താങ്കൾ ഡെയിലി സൂപ്പിൽ വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് താങ്കൾക്ക് ഗ്യാങ് ഓഫ് വസൈപൂരിൽ നല്ല ക്യാരക്ടർ കിട്ടിയത്. പ്രധാനപ്പെട്ട ഒരു സീനും ഉണ്ടായിരുന്നു. പക്ഷെ അത് വിട്ടിട്ട് ആരും കാണാതെ താങ്കൾ പോയി ഗ്യാങ് ഓഫ് വാസിപ്പൂരിൽ അഭിനയിച്ചെന്ന് കിട്ടും. ഇത് ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമല്ലേ? ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും ഒരാൾ ഏകപക്ഷീയമായിട്ടിരിക്കണ്ടേ? അല്ല, അങ്ങനെയല്ല. ഡെയിലി സോപ്പിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, അതിൽ നമ്മൾ അധികം സമയം കമ്മിറ്റ് ചെയ്യണമായിരുന്നു. മുഴുവൻ സമയം അതിൽ തന്നെ പോവും, വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. ഞാൻ ഡെയിലി സോപ്പിൽ എന്തൊക്കെയാ ചെയ്യാറെന്നറിയോ? 5 ദിവസം ഈ ഡ്രാമയ്ക്ക് വേണ്ടി പണിയെടുക്കും, ദിവസവും. 6ാമത്തെ ദിവസം 18 മിനിറ്റുള്ള ഒരു ഡ്രാമ വരും. ഒന്ന് ഫ്രീസ് ചെയ്യ്, ഒന്ന് നിർത്തിവെക്കുമെന്ന് ഞാൻ പറഞ്ഞു.
ഒന്ന് ഡേറ്റ് മാനേജ് ചെയ്യും, ഒരു വലിയ മൂവി വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവരത് കേട്ടില്ല. അപ്പോൾ ഡേറ്റ് തരാൻ പറ്റില്ലെങ്കിൽ എന്നെ മാറ്റിയേക്കുമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് പടം ചെയ്യണമെന്ന് പറഞ്ഞു, ഗ്യാങ്സ് ഓഫ് വാസിപ്പൂർ. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാ, നീ വില്ലനല്ലേ, ഹീറോയിന്റെ കല്യാണം നടക്കാൻ പോവാണ്, നീ അല്ലാതെ ഇപ്പൊ ആരാ വന്ന് തടയാന്ന് ചോദിച്ചു. ഞാൻ എന്താ ഇവിടെ ഹീറോയിന്റെ കല്യാണം തടയാൻ വേണ്ടി നിൽക്കുകയാണോ, എനിക്ക് എന്റെ കരിയർ നോക്കണ്ടേന്ന് ചോദിച്ചു. അതിനുശേഷം ഞാൻ അവിടുന്ന് പോന്നു. പിന്നെ അവര് എന്റെ ചേട്ടനെ വെച്ചാ കല്യാണം തടഞ്ഞു. TV ഷോസിൽ എന്ത് വേണമെങ്കിലും നടക്കാം. ഒരു എപ്പിസോഡിൽ നമ്മളെ പോലീസിൽ നിന്ന് ഡീറ്റെയിൻ ചെയ്തേക്കാം, അടുത്ത എപ്പിസോഡ് തന്നെ തിരിച്ച് ജോയിൻ ചെയ്യാം. പക്ഷെ താങ്കൾ അവിടെ പോയത് ആടിനെ വല്ലതും വെട്ടാനാണ്. ആടുകളെ വെട്ടുന്നതും പിന്നെ രക്തം തെറിക്കുന്നതും പിന്നെ മാടുകളെ വെട്ടുന്നത്. ഇതൊക്കെ ഞാൻ അവിടെ പോയതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. വയലൻസ് ഉള്ള കാര്യം ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. അത് അലഹാബാദിലെ റിയൽ ലൊക്കേഷൻ ആയിരുന്നു. മാത്രമല്ല, ഞാൻ അത്തരം സ്ഥലങ്ങളിലൊന്നും അതുവരെ പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ലായിരുന്നു. എല്ലാ ആളുകളും വളരെ വ്യത്യസ്തരായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ട് തോന്നി. ആ ആടിനെ വെട്ടുന്ന സീനിലൊക്കെ ശരിക്കും ബുദ്ധിമുട്ടി. ഓരോ ഷോട്ടിന് ശേഷവും താങ്കൾ ഛർദ്ദിക്കുന്നു കേട്ടു. അതെ, ഞാൻ അന്ന് ഒരുപാട് ഛർദ്ദിച്ചു. ഞാനതൊക്കെ ശരിക്കും കൺട്രോൾഡ് ആയിട്ടാണ് ചെയ്തത്, എന്നാലും ശരിക്കും ഛർദ്ദിച്ചു. വയലൻസ് ഉള്ള സീനൊക്കെ കാണാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഗ്യാങ്ങിന്റെ ബോസായിട്ട് ഓർഡർ കൊടുക്കുന്നത് മാത്രമാണ് ഇതിലെ നല്ല പണി. തല്ലുണ്ടാക്കുന്നതും ഷൂട്ട് ചെയ്യുന്നതും ഇതൊന്നും എന്നെ കൊണ്ട് തീരെ പറ്റാത്ത കാര്യങ്ങളാ. ആ റോള് കാരണം താങ്കൾ ശരിക്കും പ്രസിദ്ധനായി. പക്ഷെ ഇതിൽ പൂർണ്ണമായിട്ടും ഫണ്ണും വഴക്കും മാത്രമേ ഉള്ളൂ. കാശ് കിട്ടിയില്ല സാർ. ഇല്ല സാർ, ആ ചീത്തയൊന്നും ഞാൻ വിളിച്ചതല്ല സാർ, സിനിമയിലുണ്ടായിരുന്നതാ. നിങ്ങൾ സുൽത്താൻ ഖുറേഷിയുടെ റോള് കണ്ടിരുന്നെങ്കിൽ ഒരു 2-3 തവണ മാത്രമേ ഗണ്ണി യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ വളരെ കുറച്ച് ചീത്തയും പറയൂ. നിങ്ങൾ ഏത് റോള് നോക്കിയാലും സാർ അത് കുറച്ച് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതോ ആ കാലത്തിലല്ലേ, ഇപ്പൊ ഇങ്ങനെയൊന്നുമില്ല. വളരെ ചിന്തിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഏതൊരു വാക്കും പ്രയോഗിക്കുകയുള്ളൂ. വളരെ ആലോചിച്ച് വഴക്ക് പറയുന്നല്ലേ? ഇല്ല, വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റാത്തപ്പോഴാണ് അത് വരിക. ചുമ്മാ ഒരു സന്തോഷത്തിന് വേണ്ടിയൊന്നും ചീത്ത പറയില്ല. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. നമ്മുടെ വികാരങ്ങൾ പരിധി വിട്ടു പോവുകയും അത് പ്രകടിപ്പിക്കാൻ ഒരു വഴിയും ഇല്ലാതാവുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചീത്ത പറയേണ്ടി വരും. ഇപ്പോഴാണെങ്കിൽ അതും ചെയ്യാറില്ല. താങ്കൾ ഗ്യാങ്സ് ഓഫ് വാസിപ്പൂർ ചെയ്യുന്ന സമയത്ത്, സുൽത്താന്റെ റോൾ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഗ്യാങ്സ്റ്റേഴ്സ് താങ്കളെ അപ്രോച്ച് ചെയ്തെന്ന് കേട്ടു. സത്യമാണോ അത്? ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ശരി, അത് നിങ്ങൾ പറയുന്നത് ശരിയാണ്. സൗത്തിലുള്ള റൗഡീസ് ആയാലും നോർത്തിലുള്ള റൗഡീസ് ആയാലും എല്ലാവരും തന്നെ തങ്ങളൊരു ഐഡിയലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. സുൽത്താൻ എന്താണോ ചെയ്തത് അതൊക്കെ തന്നെയാണ് തങ്ങളും ഇപ്പോൾ ചെയ്യുന്നതെന്ന് അവരൊക്കെ ചിന്തിക്കുകയാണ്. ഇതൊരിക്കലും ക്യാരക്ടറിന്റെ പ്രശ്നമല്ല. ചരിത്രത്തിൽ അദ്ദേഹം വളരെ പ്രശസ്തനായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. റൈറ്റേഴ്സ് കഥ പറയാൻ വരുമ്പോൾ വല്ലാതെ പേടിക്കാറുണ്ട്, കത്തിയെടുത്തെങ്ങാനും കുത്തുവെന്ന് പേടിച്ചിട്ടേ. ന്യൂട്ടനിൽ താങ്കൾ വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ചെയ്തത്. അതിന് താങ്കൾക്ക് അവാർഡ് ലഭിച്ചു. പക്ഷെ അതിലും താങ്കൾ ക്ലൈമാക്സ് താങ്കളുടെ ഇഷ്ടപ്രകാരം മാറ്റിയെന്നുള്ള കാര്യം കേട്ടു. സത്യമാണോ? ന്യൂട്ടനിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അതിലൊരു ആൽക്കഹോളിക് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു എൻ്റേത്. ആ ക്യാരക്ടറിന് ന്യൂട്ടന്റെ അടുത്ത് വളരെ പകയുണ്ടായിരുന്നു. ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞതിന് ശേഷം അന്ന് തെരഞ്ഞെടുപ്പിന് വേണ്ടി വന്ന ആളെ ഞാൻ രാവിലെ 5 മണിക്കാണ് കണ്ടത്. അന്ന് മുതൽ അദ്ദേഹത്തെ ഞാൻ പിന്നീട് ഒരിക്കലും കാണാതിരിക്കാനും സാധ്യതയുണ്ട്. ഞങ്ങൾ കൊളീഗല്ല, സെയിം ഡിപ്പാർട്ട്മെന്റ് അല്ല. തെരഞ്ഞെടുപ്പിനകത്ത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടാവും. അതുകൊണ്ട് എനിക്കിപ്പോൾ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ജോലി ശരിയാണ്, പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് എൻ്റെ ശരികൾ. എന്തിനാ നമ്മൾ ഇത്രയൊക്കെ അറഗൻ്റായിട്ട് ഇരുന്നു കൊണ്ട് അതിൽ കോമഡി ചെയ്ത് സന്തോഷപ്പെടേണ്ട ആവശ്യം എന്താ? അതല്ലെങ്കിൽ അദ്ദേഹത്തെ ഞാൻ ദേഷ്യപ്പെടുത്തി ആ ദേഷ്യത്തിൽ ഞാൻ സന്തോഷിക്കണം, അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കണം. ഡയറക്ടർക്ക് കളിക്കാനുള്ള ഐഡിയ നല്ലതാണെന്ന് തോന്നി. അതുകൊണ്ട് എപ്പോഴും ന്യൂട്ടൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, എന്നെ ഇങ്ങനെ ഓരോ പ്രശ്നത്തിൽ ചെന്ന് ചാടിക്കും. അതുകൊണ്ടാണ് ക്ലൈമാക്സിൽ കുടുംബത്തെ കാണിച്ചത്. ആ ക്ലൈമാക്സിൽ എന്താ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഞാനതിൽ ബുദ്ധിമുട്ടുകയായിരുന്നു, ഇലക്ഷൻ അങ്ങനെ ആയതുകൊണ്ട്. അതുകൊണ്ട് അമിത് മസൂർക്കറും റൈറ്റർ മായങ്കും ക്ലൈമാക്സ് മാറ്റി. അപ്പൊ താങ്കൾ ആ റോൾസ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ സന്തോഷവാനായിരുന്നു. സാർ, പേയ്മെന്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുമ്പോൾ നമ്മുടെ ജീവിതവും സന്തോഷകരമായി മാറും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി ചോദിച്ചില്ലായിരുന്നോ പേയ്മെന്റിനെ പറ്റിയും വണ്ടിയെ പറ്റിയുമൊക്കെ? ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുന്നതിലാണ് സന്തോഷമുള്ളത് മക്കളെ. സന്തോഷത്തോടെ ട്രാവൽ ചെയ്യൂ, അതിന് തുല്യമായിട്ടൊന്നുമില്ല. സന്തോഷമായിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും വിലമതിപ്പുള്ള കാര്യം. താങ്കൾ ന്യൂട്ടന് വേണ്ടി കഷ്ടപ്പെട്ട് ട്രാവൽ ചെയ്ത് കാട്ടിൽ താമസിച്ചു. അവിടെ CRPFന്റെ യൂണിഫോം പോലും ധരിക്കാതെ താങ്കൾ ശരിക്കും പേടിച്ചെന്ന് കേട്ടു. ഒരു ദിവസം ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പ്രൊഡക്ഷൻകാർ ഞങ്ങളുടെ മുന്നിൽ വന്നു. ഞങ്ങൾ 5 മണിക്ക് പോകുമ്പോൾ ഹോട്ടലിൽ നിന്ന് തന്നെ യൂണിഫോം ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ പോവാറ്. അവർ ഞങ്ങളോട് യൂണിഫോം ഇട്ടുകൊണ്ട് പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാനത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഒറിജിനലാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അതുകൊണ്ട് അവിടെ പോയി മാറ്റാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ മേലെ ഇട്ട ഷർട്ട് അഴിച്ച്, അതും വണ്ടിയുടെ അകത്തിരുന്നുകൊണ്ട്, പിന്നെ വെള്ള കളർ പനി മാത്രമേ ഉണ്ടായിരുന്നു.
ഒരു ദിവസം ഇങ്ങനെ തന്നെ നടന്നു. ഇതുപോലത്തെ സിറ്റുവേഷനിൽ താങ്കൾ എപ്പോഴെങ്കിലും പേടിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. കാരണം ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ ഷൂട്ടിങ്ങിനാണ് വന്നതെന്ന് ജനങ്ങൾക്ക് അറിയാം. ഗ്യാങ്സ് ഓഫ് വാസപ്പൂരിലെ ഒരു സീക്വൻസിൽ ഉള്ളത് ബനാറസിന്റെ അടുത്ത ഭാഗമാണ്. റാംനഗർ പാലസിന്റെ മുന്നിലായിട്ട് ഒരു മാർക്കറ്റ് ഉണ്ട്. പിന്നെ അനുരാഗിനാണെങ്കിൽ ഒരു ശീലമുണ്ട്. അദ്ദേഹത്തിന് ഗൊറില്ല സ്റ്റൈലിൽ ഷൂട്ടിംഗ് എടുക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. റിയൽ മാർക്കറ്റിനകത്ത് ക്യാമറ ഒളിച്ചു വെച്ചുകൊണ്ട് ആക്ടറിനെ അങ്ങോട്ട് പറഞ്ഞയക്കും. അങ്ങനെയാണ് ആ സിനിമയിലെ ഒരുപാട് സീക്വൻസുകൾ എടുത്തത് തന്നെ. JP സിംഗും പിന്നെ എൻ്റെ ഈ ക്യാരക്ടറും ഞങ്ങളൊരു ജാട്ട് കടയിൽ ഇരുന്നുകൊണ്ട് ജാട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കടയിലിരുന്ന് സംസാരിക്കുന്നത് അവർ വീഡിയോ എടുത്തു. അവിടെ ഞങ്ങൾക്ക് വിളമ്പിത്തരുന്ന ആളുകൾക്കും അവിടെ ഇരുന്ന മറ്റുള്ള ആർക്കും തന്നെ ഞങ്ങളുടെ ഷൂട്ടിങ്ങിനെ പറ്റി അറിയില്ലായിരുന്നു. ക്യാമറ മറച്ചു പിടിച്ചുകൊണ്ടാണ് എടുത്തത്. റാംനഗറിലൊരു സീക്വൻസ് ഉണ്ടായിരുന്നു. ജിഷാന്റെ ക്യാരക്ടറിനെ അന്വേഷിച്ച് ചേസ് ചെയ്ത് ഷൂട്ട് ചെയ്ത് കൊല്ലുന്ന ഒരു രീതിയാണ്. ഞങ്ങളുടെ കയ്യിലൊരു ഗണ്ണ് തരും, വേറൊന്നിനല്ല, ഷൂട്ടിങ്ങിന് വേണ്ടി. ആ ഗണ്ണിനകത്ത് നിന്ന് സൗണ്ടും പിന്നെ പുകയും മാത്രമേ വരുള്ളൂ. അപ്പോൾ അനുരാഗ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, രാവിലെ 10 മണിക്ക് മാർക്കറ്റ് വളരെ ബിസി ആയിരിക്കും, വാനിൽ ക്യാമറ വെക്കാം, ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, ബൈക്കിൽ സീക്വൻസ് തുടങ്ങിക്കോളൂ, മാരുതി വാനിൽ ക്യാമറ മറച്ചു വെച്ച് മാരുതി വാനിന്റെ ബാക്കിലുള്ള ഡോർ തുറന്നു വെച്ച് നിങ്ങളെ പോയിന്റിലേക്ക് പോയിട്ട് ഫയറിംഗ് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. ശരി, ഓക്കെ, അങ്ങനെ ചെയ്തേക്കാന്ന് ഞാനും പറഞ്ഞു. അപ്പം ഞാൻ ബാങ്കിന്റെ അടുത്തേക്ക് പോയി. ആ ബാങ്കിൽ 2 പോലീസുകാർ ഗണ്ണും പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഡയറക്ടറിന്റെ അടുത്ത് പറഞ്ഞു, ആദ്യം നമുക്കിത് ചെയ്യണമെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് ഇത് ഒറിജിനൽ ഗണ്ണല്ല, ഷൂട്ടിങ്ങിനുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഗണ്ണാണെന്ന് പറയണം. ഇല്ലെങ്കിൽ അവർ നമ്മളെ ഷൂട്ട് ചെയ്താൽ എന്ത് ചെയ്യും? എല്ലാവരുടെ കഥ അവിടെ വെച്ച് തീരും. പിന്നെ ഞങ്ങൾ അവരുടെ അടുത്ത് പോയിട്ട് ഇത് ഗ്യാങ് വാറൊന്നുമല്ല, സിനിമ ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ മുന്നേ തന്നെ പെർമിഷൻ ചോദിക്കാറുണ്ട്. പെർമിഷൻ കിട്ടിയാൽ പിന്നെ ഒന്നും പേടിക്കേണ്ടതില്ലല്ലോ. താങ്കൾക്ക് പേടിയൊന്നുമില്ല, പക്ഷേ സ്ത്രീയിൽ താങ്കൾ മറ്റുള്ളവരെ പേടിപ്പിച്ചില്ലേ? അത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവർ കാശ് തരുന്നത്. ഇപ്പൊ സ്ത്രീ 2 പോലും ഞാൻ ഇവരെ പേടിപ്പിക്കാനാ പോകുന്നത്. അതായത് സ്ത്രീ 1 താങ്കൾ ചെയ്തതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താങ്കൾ പെട്ടെന്നിരിക്കും. താങ്കൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും ഒന്നും അറിയില്ല. അതുകൊണ്ട് ക്യാമറമാൻ ടെൻഷനായെന്ന് കേട്ടു. അതായത് ഞാൻ ഒരു ഷൂട്ടിങ്ങിലും ഇങ്ങനെ ചെയ്യണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ട് പോവാറേയില്ല. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പോസസ് ഒന്നും ഒരിക്കലും ഒരുപോലെ ആവാറില്ല. അതുമാത്രമല്ല, എക്സ്ട്രാ ആയിട്ട് എഴുന്നേക്കുന്നത്, ആ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ നടക്കുന്നത്, അങ്ങനെ സീനിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എനിക്കറിയാവുന്ന DOPs ഒക്കെ വൈഡ് ഷോട്ടിലാണ് എടുക്കാറ്. കുറച്ച് വൈഡായിട്ട് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും നീക്കാമല്ലോ. എൻ്റെ അഭിനയത്തിൽ ഞാൻ കുറച്ചുപോലും റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ താങ്കളോട് മറ്റൊരു ചോദ്യം. ബ്ലാങ്കറ്റ് ക്വസ്റ്റ്യൻ താങ്കൾ ചോദിക്കുന്നു എന്ന് കേട്ടു. നിങ്ങൾ വളരെ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട് സാർ. അതെ, സ്ത്രീ 1 അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, കമ്പിളി കൊണ്ടുള്ള ഒരു ലോങ് കോട്ട് ഉണ്ടാക്കി തരണമെന്ന്. ഞങ്ങളൊരു ചെറിയ ഗ്രാമമായ ചന്ദ്രയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ യൂറോപ്യൻ വെസ്റ്റേൺ ആളുകളെ പോലെയായിരുന്നു. അവർക്ക് വെസ്റ്റേൺ ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബ്ലാങ്കറ്റ്സ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് വലിയ കോട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ആ ഐഡിയ വെച്ചുകൊണ്ടാണ് ഞാൻ ആ കോസ്റ്റ്യൂം ഉണ്ടാക്കാൻ പറഞ്ഞത്. സ്ത്രീ 1 ഞാനൊരു ലോങ് കോട്ട് ഇട്ടുകൊണ്ടല്ലേ നടക്കാറ്. അത് കോസ്റ്റ്യൂം ഡിസൈനറിന്റെ ഐഡിയ ഒന്നുമല്ല, എൻ്റെ ഐഡിയ തന്നെയാ. കാരണം അതിൽ അഭിനയിച്ച ക്യാരക്ടർ താൻ സ്വയം ഒരു യൂറോപ്യൻ ആണെന്നുള്ള ഒരു ധാരണയിലാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്തേ. എൻ്റെ നാട്ടിലും അങ്ങനെ ഒരാളുണ്ട്. അതായത് ഏത് നാട്ടിൽ പോയാലും ഇങ്ങനെ ഒരാളുണ്ടാവും. ഗ്രാമത്തിലെ ആളാണെങ്കിലും വിദേശികളെ പോലെ ചിന്തിക്കുന്ന ഒരാൾ. എന്താ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? പിന്നെ ലൂഡോയിൽ താങ്കൾ ധരിച്ചിരുന്ന ബ്ലാക്ക് ലെതർ ജാക്കറ്റും വൈറ്റ് ഷൂസും ഇതൊക്കെ? അത് അനുരാഗിന്റെ ഐഡിയ ആയിരുന്നു, എൻ്റെ ഐഡിയ അല്ല. അത് മുഴുവനായിട്ടും അനുരാഗിന്റെ ഐഡിയ തന്നെയാണ്. അതെന്തിനു വേണ്ടിയാ ചെയ്തതെന്ന് വെച്ചാൽ, അതൊരു ഗാങ്സ്റ്റർ റോൾ ആയിരുന്നു. നീ ഒരുപാട് സിനിമകളിലൊക്കെ ഗാങ്സ്റ്റർ റോളൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ലുക്ക് വൈസ് ഇത് കുറച്ച് യുണീക്ക് ആയിരിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മഞ്ഞ കൂളിംഗ് ഗ്ലാസ്, ലെതർ ജാക്കറ്റ്, ഷൂ, ലുങ്കി, അതിന്റെ കൂടെ ഗണ്ണ് ഇവിടെ ഉണ്ടാവും, അതിങ്ങനെ പുറത്തെടുക്കും. ഇതൊക്കെ ക്യാരക്ടറിന്റെ അടയാളങ്ങളാണ്. പക്ഷേ ലൂഡോയിലുള്ള ക്യാരക്ടർ ഒരു ഗാങ്സ്റ്റർ ആണ്, പക്ഷേ വളരെ നല്ല വ്യക്തിയാണ്. അതെ സർ. ഇതും താങ്കളുടെ ജോലി തന്നെയാണോ? ഞാൻ എല്ലാ നെഗറ്റീവ് ക്യാരക്ടറുകളെയും അവരുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കിക്കാണും. അവൻ തന്റെ ഫാമിലിക്ക് തന്നെ വില്ലനാണോ എന്ന് ഫസ്റ്റ് നോക്കും. പക്ഷെ അങ്ങനെ ആവില്ല. ഗബ്ബർ സിംഗിന്റെ മോൾക്ക് എപ്പോഴും ഗബ്ബർ സിംഗ് തന്നെയാണല്ലോ ഹീറോ. അച്ഛാ എവിടെ പോയതാ? ഞാൻ പണിക്ക് പോയതാ മോളെ. വൈകുന്നേരം വീട്ടിൽ തിരിച്ചു വന്നാൽ മോള് ഭക്ഷണം എടുത്തു വയ്ക്കും. അതുകൊണ്ട് വില്ലന്മാരെ ഞാൻ അവരുടെ ഫാമിലി പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കി കാണും. അതുകൊണ്ട് എനിക്ക് അവർ നല്ലവരായിട്ടാണ് തോന്നാറ്. ജനങ്ങളും താങ്കളെ നല്ലവനെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ സ്നേഹം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യം എന്തെങ്കിലും ചോദിക്കണം? സാർ, നിങ്ങളുടെ ഒരുപാട് മൂവീസ് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൂവിന്ന് നിങ്ങളുടെ ഫേവറേറ്റ് ഡയലോഗ് പറയൂ. നിങ്ങൾ ഏത് നാട്ടിലേക്കാണോ പണിയെടുക്കാൻ വന്നിരിക്കുന്നത്, ഞാൻ ആ നാടിന്റെ ഉടമസ്ഥനാണ്.
ഫുക്രയിൽ താങ്കൾ ഇംഗ്ലീഷ് ഡയലോഗൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അതൊന്ന് പറഞ്ഞാൽ ജനങ്ങൾ കേൾക്കുമായിരുന്നു. ആ ചീറ്റിംഗ്. എന്താ? വൈറസ്. ഹീസ് വൈറസ്. കടുമം ആരുടെ മാമാ? മാഡം കാൾഡ് മാം. ഫുക്രെ വളരെ മനോഹരമാണ്. ഹിന്ദിയും ഇംഗ്ലീഷും ചേർത്ത് സംസാരിക്കണമെന്നുള്ള ഈ ഐഡിയ ആരാ തന്നത്? ഇതും എൻ്റെ ഐഡിയ തന്നെയാണ്. പക്ഷേ അതിൽ ഞാൻ വാച്ച്മാൻ ആയിരുന്നപ്പോൾ ആദ്യം പാർട്ട് 1-ൽ ഞാൻ ഫുക്രയെ കാണാൻ വന്നിരുന്നപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈറ്റ്മാൻ ലൈറ്റിംഗ് ചെയ്യായിരുന്നു. പക്ഷേ ലൈറ്റ്മാൻ ക്യാബിനിലായിരുന്നു. അതും പണ്ഡിറ്റ് സാറിന്റെ ക്യാബിനിൽ. അത് മിറാണ്ട കോളേജിന്റെ ക്യാബിൻ പോലെ ഇരിക്കും. അത് നിങ്ങൾക്കറിയാലോ അല്ലേ? പോവാറില്ലേ അവിടെ? പിന്നെ അവർ ലൈറ്റിംഗ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അപ്പുറത്തുനിന്ന് റിഹേഴ്സൽ ചെയ്യായിരുന്നു. ഇംഗ്ലീഷിൽ സംസാരിക്കരുതെന്ന് ഡയറക്ടർ പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഷൂട്ടിംഗ് ഒന്നും അല്ലല്ലോ നടക്കുന്നത്, റിഹേഴ്സൽ അല്ലേ എന്ന് കരുതി ഡയലോഗ് വിളിച്ചങ്ങ് പറഞ്ഞു. ഹീ ഈസ് സോ വൾഗർ എന്നങ്ങ് പറഞ്ഞു. അവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന ലൈറ്റ്മാൻസ് എല്ലാവരും അപ്പോൾ ചിരിക്കാൻ തുടങ്ങി. അപ്പം തന്നെ ഡയറക്ടർ വന്നിട്ട് എന്നോട് ഇനി മുതൽ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. റിഹേഴ്സലിൽ തന്നെ റിയാക്ഷനും എല്ലാം ഞങ്ങൾ നോക്കി. പിന്നെയാണത് ആഡ് ചെയ്തത്. പാർട്ട് 2-ൽ എഴുതി വന്നു, പാർട്ട് 3-ലും സ്ക്രിപ്റ്റ് എഴുതി വന്നു. പക്ഷെ പാർട്ട് ഇവിടെ 1-ൽ നോക്കുകയാണെങ്കിൽ പാർട്ട് 1-ലും പാർട്ട് 2-ലും പോസ്റ്റേഴ്സിലൊന്നും താങ്കളുടെ ഫോട്ടോ ഇല്ല. പാർട്ട് 3-ൽ പങ്കജ് ത്രിപാഠി സെലിബൽ സ്റ്റാർ ആയി കഴിഞ്ഞു. അതിനല്ലേ ജീവിതം എന്ന് പറയാ. ഒരുപക്ഷെ ഇങ്ങനെയാണോ ഒന്നിനു പിന്നാലെ ഒന്നെന്ന് വന്നുകൊണ്ടിരിക്കുന്നത്? എനിക്ക് 5 പ്രൊജക്ട് പോയിക്കൊണ്ടിരിക്കുക. 3, മിർസാപൂർ, ക്രിമിനൽ ജസ്റ്റിസ്, ഫുക്രെ, ഓ മൈ ഗോഡ് 2, അത് പിന്നെ വേറെന്തോ ഒന്നും കൂടി ഉണ്ട്, മറന്നുപോയി. സ്ത്രീ, അതും ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ സൂപ്പർ 13 എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അതെ സർ. അതിലൊരു രാഷ്ട്രീയക്കാരന്റെ റോൾ. അതിലും താങ്കളുടെ ഇഷ്ടപ്രകാരം പല ചേഞ്ചസും വരുത്തിയെന്ന് കിട്ടും. ഇല്ല, അത് ബികാസ് ബേർ ഡയറക്റ്റ് ചെയ്ത പടമായിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിലൊരു സീനുണ്ട്. അതിൽ ഓക്സ്ഫോർഡിൽ അഡ്മിഷൻ കിട്ടിയോ എന്ന് ഋത്തിക് എൻ്റെ അടുത്ത് ചോദിക്കാൻ വരും. ആ സമയത്ത് ഇവനാണെങ്കിൽ വേറെ എന്തോ സംസാരിച്ചോണ്ടിരിക്കും. പോവാണോ, എവിടെ പോവാ, ഓക്സ്ഫോർഡ് പോവാണോ, എന്നാ പോ എന്നൊക്കെ. ലണ്ടനിൽ പോവാണോ, പാരീസിൽ പോവാണോ, ജപ്പാനിൽ പോവാണോ എന്നൊക്കെ. അല്ലെങ്കിൽ വിയറ്റ്നാമിൽ പോ, ചൈനയിലേക്ക് പോ, ബെൽജിയത്തിലേക്ക് പോ, ദുബായിലേക്ക് പോ. ഒരുമാതിരി കവിത പോലെ പറയുമായിരുന്നു. എന്നാൽ അതൊന്നും എഴുതിയതുമല്ല. അതിൽ ഞാനൊരു ബീഹാർ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് അഭിനയിച്ചിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ തൊട്ടടുത്തുള്ള രാഷ്ട്രീയക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരങ്ങനെയാണ്, വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും. നിങ്ങൾക്കറിയാലോ എന്താ പറയുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല, എന്തൊക്കെയോ പറയും. അതുകൊണ്ട് ഞാൻ വികാസ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ റാൻഡമായിട്ട് പറഞ്ഞോളാമെന്ന്. സംസാരിക്കുന്ന എനിക്ക് പോലും മനസ്സിലാവാത്ത പോലെ. അങ്ങനെയാണ് ആ ക്യാരക്ടർ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത്. 3 സീനും നന്നായിട്ട് ചെയ്തു. ഇഷ്ടത്തിന് സംസാരിക്കുന്നത് കേട്ടു. അങ്ങനെ ഒന്ന് സംസാരിച്ച്. അത് ഞാൻ പറഞ്ഞല്ലോ, ദുബായിലേക്ക് പോ, ബഹ്റിനിലേക്ക് പോ, കവിത പോലെയുള്ളതാണെന്ന് പറഞ്ഞില്ലേ. സാർ, അദ്ദേഹം ചോദിക്കും നിങ്ങളല്ലേ എന്നെ വിളിച്ചതെന്ന്. രാജ്യത്തിന് വേണ്ടി ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവരെയൊക്കെ ഞാൻ വിളിക്കുമെന്ന് അദ്ദേഹം മറുപടിയും പറഞ്ഞു. നിങ്ങളാണ് എന്നെ വിളിച്ചത്, എനിക്ക് പോകണം, എനിക്ക് കാശ് വേണമെന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ, നീ പോയിക്കോ, എവിടെ വേണേലും പോയിക്കോ, പക്ഷേ കാശ് പ്രേമെന്നും പറഞ്ഞ് ചുറ്റാൻ പാടില്ല. അങ്ങനെ തിരിച്ചും പറയും. നല്ല ആളുകളൊക്കെ നശിച്ചു പോകുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഭഗത് സിംഗ് കാശിന് പുറകെ ഓടിയിരുന്നോ, നിങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിക്കും. അദ്ദേഹം ഇല്ല, അങ്ങനെയൊന്നും ഇല്ല എന്നും പറയും. പോയിക്കോ എന്ന് പറയും, അദ്ദേഹം കാശ് ചോദിക്കും, ഇല്ലെന്ന് തിരിച്ചും പറയും. കാശ് കൊടുക്കാതെ തന്നെ എല്ലാ പ്രോമിസുകളും അദ്ദേഹം ചെയ്യുന്നു. മിർസാപൂരിൽ കോളിംഗ് ബയ്യ എന്നുള്ള റോള് ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ മിർസാപൂരിലെ ക്യാരക്ടറിൽ താങ്കൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയെന്ന് അറിഞ്ഞു. പൊതുവേ വില്ലന്മാരെ പറ്റിയുള്ള ധാരണ എന്താണ്? ഒരു വില്ലൻ എന്ന് വെച്ചാൽ എപ്പോഴും അലറിക്കൊണ്ടേയിരിക്കണം, വലിയ കണ്ണുകളൊക്കെ ആയിട്ട് എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മിർസാപൂറിനകത്ത് ഞാനിതൊന്നും ചെയ്തിട്ടില്ല. പൊതുവേ വില്ലന്മാർ എന്തൊക്കെയാണോ ചെയ്യാറ്, അതൊന്നും ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ വളരെ ശാന്തനായി ഇരുന്നുകൊണ്ട് സംസാരിക്കും. കോളിംഗ് ബയ്യ ക്യാരക്ടറും അങ്ങനെ തന്നെയാ. കോളിൻ ബയ്യ ആരാണെന്ന് അറിയാത്തവരൊക്കെ അദ്ദേഹത്തെ പറ്റി ഇപ്പോൾ ചോദിച്ചാൽ അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണെന്ന് ഞാൻ പറയും. ഒരു നല്ല വ്യക്തിയാണ് കണ്ടുവന്നിരിക്കുന്നത്. സോഫ്റ്റ് സ്പോക്കൺ, പിന്നെ കെയറിങ്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. ഗുഡുവിൻ്റെ ആളൊന്നും അല്ലല്ലോ അല്ലേ? അതുപോലൊരു ക്യാരക്ടർ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഡയറക്ടർ ഹൻസുമൻ, അദ്ദേഹം എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ സ്വാതന്ത്ര്യം തന്നു. പങ്കജ് സാർ, ഇപ്പൊ സമയം എങ്ങനെ മാറിയിരിക്കുന്നു വെച്ചാൽ താങ്കളെ മനസ്സിൽ കരുതിക്കൊണ്ട് ഒരു ക്യാരക്ടർ എഴുതുന്നു, താങ്കളെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു. ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ചോദ്യങ്ങളും കുറ്റാരോപണങ്ങളും ഉണ്ട്. ഇപ്പം നമുക്കൊരു ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം ആപ്കി അദാലത്തിൽ വിചാരണ തുടരുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, താങ്കൾ മോണിറ്റർ നോക്കാറില്ല, പെർഫോം ചെയ്യുന്നത് 2ാമത്തെ പ്രാവശ്യം മോണിറ്ററിൽ നോക്കില്ലെന്ന്. സാർ, നിങ്ങൾക്ക് മുംബൈയിൽ സ്പൈസ് ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. സാർ, നിങ്ങൾ പറയുന്നതൊക്കെ റെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മീഡിയയിൽ ആർക്കും ഇതൊന്നും അറിയില്ല.
വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി പ്രശസ്ത അഭിനേതാവ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പങ്കജ് ത്രിപാഠി. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ പങ്കജ് ത്രിപാഠിയുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം. ഇദ്ദേഹത്തിന്റെ വാക്കിനും പ്രവൃത്തിക്കും ധാരാളം വ്യത്യാസമുണ്ട്. പങ്കജ് സാർ, ഞാൻ താങ്കളുടെ ധാരാളം ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. താങ്കൾ വലിയ വലിയ ഉപദേശങ്ങൾ നൽകാറുണ്ട്. ജനങ്ങൾ എങ്ങനെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരണമെന്നും പറയുന്നുണ്ട്. ജീവിതം എങ്ങനെ സിമ്പിളായിട്ട് ജീവിക്കാമെന്നും പറയുന്നു. പക്ഷേ താങ്കൾ ചെയ്യുന്ന എല്ലാ റോളും ഗാങ്സ്റ്ററാണ്. ഉപദേശിക്കുന്നുമുണ്ട്, വെടിവെക്കുന്നുമുണ്ട്. എന്ത് ചെയ്യാനാ, കാശ് കിട്ടുന്നുണ്ടല്ലോ. കവലപ്രസംഗം നടത്തി ഇത്ര കാശ് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു. അപ്പൊ കാശ് നോക്കി സൈനിങ് എമൗണ്ട് എല്ലാം നോക്കിയിട്ടാണ് താങ്കൾ സ്വീകരിക്കുന്നത്? ഇല്ലല്ല, അങ്ങനെയല്ല. കഥ നല്ലതാണെങ്കിൽ അപ്പോ താങ്കളോടൊപ്പം അഭിനയിക്കുന്നവർ പറയാറുണ്ട് താങ്കൾ വളരെ സിൻസിയർ ആർട്ടിസ്റ്റ് ആണെന്ന്, റോളിന് വേണ്ടി ജീവത്യാഗം പോലും ചെയ്യാൻ തയ്യാറാണെന്ന്. മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, ഷൂട്ടിംഗ് നടക്കുമ്പോൾ, സീൻ ആക്ടിംഗ് നടക്കുമ്പോൾ താങ്കൾ ഉറങ്ങിപ്പോകുമെന്ന്. ഞാനിപ്പോ എന്താ പറയാ, ഇതും സത്യമാണ്. രാത്രി എനിക്ക് ഉറക്കം ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്ത്രീയിലെ ഒരു സീനിൽ ഞാൻ ശരിക്കും ഉറങ്ങിപ്പോയി. ഞാൻ അങ്ങനെയാണ് സാർ, ഉറങ്ങിപ്പോവും. ഇതെല്ലാം സത്യം തന്നെയാണ്. പിന്നെ ഞാൻ വളരെ ശാന്തനായിരിക്കുമ്പോഴാണ് ഉറക്കം വരാറ്. എന്റെ ഡയലോഗുള്ള സീനിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. 3 ആർട്ടിസ്റ്റുകൾ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാനത് കേട്ടോണ്ടിരിക്കണം. ആ സീന് നിങ്ങൾ കാണുകയാണെങ്കിൽ നൈറ്റ് ലൈറ്റിംഗ് ഉണ്ടാവും, ഞാനാണെങ്കിൽ ഇതേ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ഞാൻ ആക്ടിങ് ഇത്ര നന്നായിട്ട് ചെയ്യാൻ തുടങ്ങിയോ? അതായത് ഞാൻ ഉറങ്ങുമ്പോൾ പോലും അഭിനയിക്കുകയാണ്. ഞാൻ മറ്റൊരു കാര്യവും കേട്ടു, അതായത് സാർ, നമ്മൾ ഇന്ത്യയെ പറ്റി ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ? വേറെയും പല ബുക്കുകളിലൊക്കെ വായിച്ചിട്ടില്ലേ ഇന്ത്യക്ക് ലോകത്തുള്ള പ്രാധാന്യത്തെ പറ്റിയൊക്കെ? അതേപോലെ തന്നെ എനിക്ക് ഉറക്കമാണ് പ്രധാനം. എനിക്ക് ഉറക്കമില്ലാതെ പറ്റില്ല. ഇനി ചോദിക്കൂ ഒരു സാർ. പ്രാവശ്യം താങ്കൾക്ക് ശരീരത്തിന് നല്ല സുഖമില്ലാതെ പോയി, സെറ്റിൽ ആംബുലൻസ് ഉണ്ടായിരുന്നു, എന്നിട്ടും താങ്കൾ ആ റോൾ ചെയ്തെന്ന് കേട്ടു. അതെ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു 2 തവണ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ആ അവസ്ഥയിലായിരുന്നപ്പോ എനിക്കൊരു ഓഫർ വന്നു. ആ സമയത്ത് ആ ഓഫർ വന്നപ്പോ എനിക്ക് സുഖമില്ലെന്ന് ഞാൻ പറഞ്ഞു. അതിന് ഡയറക്ടർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി ആംബുലൻസും ഡോക്ടറും ഒക്കെ തയ്യാറായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. ഇതേപോലെ 2 തവണ സംഭവിച്ചിട്ടുണ്ട്. വൺസ് നമ്മൾ ഷൂട്ടിങ്ങിന് കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ലൊക്കേഷൻ സെറ്റ് ചെയ്യണം, കോ ആക്ടറിന്റെ ഡേറ്റ് നോക്കണം, പിന്നെ പ്രൊഡ്യൂസറിന് 50-60 ലക്ഷം രൂപയൊക്കെ ചെലവാകുകയും ചെയ്യും. അത് മാത്രമല്ല, എല്ലാ ആക്ടേഴ്സിന്റെയും ഡേറ്റ് ഉണ്ടാവും. അതെല്ലാം ഞാൻ കാരണം കൊളായാൽ അതെനിക്കൊരിക്കലും താങ്ങാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊന്നും എന്റെ ഫ്രണ്ട്സോ എന്റെ കുടുംബക്കാരോ ഒന്നും മനസ്സിലാക്കുന്നുമില്ല. ആ ഡേറ്റിൽ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഫംഗ്ഷൻ ഉള്ളപ്പോൾ ഷൂട്ടിംഗ് ഒഴിവാക്കിയിട്ട് വാ എന്ന് പറയും. എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഞാൻ മാത്രമല്ലല്ലോ, എന്റെ കൂടെ 4 ആക്ടേഴ്സ് വേറെ ഉണ്ടാവും. ഇത്ര ആൾക്കാരുടെ ഡേറ്റ് ഉണ്ട്, ലൊക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രൊഫഷനിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. അതിലൊന്നാണ്, നിങ്ങൾക്ക് സുഖമില്ലാതായാൽ, അതായത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിലോ ICUവിലോ ഒന്നും അഡ്മിറ്റ് ആവേണ്ടതില്ല എന്നാൽ, അപ്പോൾ നിങ്ങൾക്ക് പെയിൻ കില്ലറോ ആന്റിബയോട്ടിക്കോ കഴിച്ച് പണി തുടരാൻ പറ്റുമെങ്കിൽ തുടരാമല്ലോ. താങ്കളുടെ സുഹൃത്ത് ഞങ്ങളോട് പറഞ്ഞു താങ്കൾക്ക് 83 പടത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഫ്രാക്ചർ ആയെന്ന്. എന്നാലും സെറ്റിൽ തന്നെ താങ്കൾ ഉണ്ടായിരുന്നെന്ന്. അതേതാ ഫിലിം എന്ന് മറന്നു. അതെ, എനിക്ക് റീഫ്രാക്ചർ സംഭവിച്ചു ഈ 4ാമത്തെയും 5ാമത്തെയും എല്ലിൽ. അതുകൊണ്ട് അന്ന് രാത്രി എനിക്ക് തീരെ ഉറക്കം വന്നതേയില്ല. അടുത്ത ദിവസം ഞാൻ മിർസാപൂർ സെറ്റിലേക്ക് പോകേണ്ടിയിരുന്നു. അതൊരു റാലി സീനാണ്. അതുമാത്രമല്ല, ആ സ്റ്റേജിൽ ഞാനും നിൽക്കേണ്ടതുണ്ട്. ആ സീൻ ചെയ്തു. അതിനുശേഷം വേറൊരു സെറ്റിലേക്ക് പോയി. പിന്നെ ഒരു OTT പ്ലാറ്റ്ഫോമിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ബാന്ദ്രയിലേക്ക് പോയി. താജ് ഹോട്ടലിൽ ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്തു. പിന്നെ എനിക്ക് വേദന സഹിക്കാൻ പറ്റാതായി. പെയിൻ കില്ലർ കഴിച്ചിട്ടും വേദന തീരെ കുറഞ്ഞില്ല. അങ്ങനെ ഞാൻ തിരിച്ച് ലീലാവതി ഹോസ്പിറ്റലിലേക്ക് പോയി. എക്സ്റേ ചെയ്തപ്പോഴാണ് മനസ്സിലായത് റിബ്സിൽ ഫ്രാക്ചർ ഉണ്ടെന്ന്. നന്നായിട്ട് റെസ്റ്റ് എടുത്തോളം പറഞ്ഞു. പ്ലാസ്റ്റർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, താനേ ശരിയായിക്കോളും, പക്ഷെ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത ദിവസം രാവിലെ തന്നെ എനിക്ക് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് കയറാനുള്ളതായിരുന്നു. 83യുടെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ 3ാമത്തെ ദിവസം തന്നെ പണിയെടുക്കാൻ തുടങ്ങി. അതാണ് കമ്മിറ്റ്മെന്റ്. ഞാൻ വേറെന്ത് ചെയ്യാനാ? എങ്ങനെയോ ഉറങ്ങിക്കൊണ്ട് തന്നെ ഞാൻ ലണ്ടനിലെത്തി. അവിടെ എല്ലാവർക്കും അറിയാമായിരുന്നു എനിക്ക് ഈ സുഖമില്ലെന്നുള്ള കാര്യം. അതുകൊണ്ട് എന്റെ ഷോട്ട് കഴിയുമ്പോഴൊക്കെ എന്റെ തൊട്ടടുത്ത് ബെഡ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി ഉറങ്ങുമായിരുന്നു, നല്ല റിലാക്സ് ആയിട്ട്. പക്ഷേ ആ പെയിൻ ഒരു 5-6 ദിവസം കൊണ്ട് തന്നെ പോയി. പക്ഷെ അത് മുഴുവനായിട്ട് ശരിയാവാൻ കുറച്ചധികം ദിവസം എടുത്തു. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഫ്രണ്ട്സും ഫാമിലിയിലുള്ളവരും പിന്നെ ഫാൻസും അവരാരും തെറ്റിദ്ധരിക്കില്ലേ? ഇനി ഞാനത് ഒരിക്കലും ചെയ്യില്ല. ഞാനത് കുറച്ച് ദിവസം മുന്നേ തീരുമാനിച്ചതാ. എന്തെന്നാൽ ഈ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ കാരണം പ്രൊഫഷണലിസത്തിന് വേണ്ടി നമുക്ക്
നമ്മുടെ ചുറ്റുമുള്ള ആളുകളെയും ബന്ധങ്ങളെയും ഒക്കെ നഷ്ടമാവുകയാണ്. ഞാൻ എൻ്റെ മകളെ കാണുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ വൈഫിനെ കാണുമ്പോഴോ ഞാൻ ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് തോന്നി. അങ്ങനെ ഞാനൊരു തീരുമാനത്തിലെത്തി. അതായത് ആ മൺസൂണിൽ, പ്രത്യേകിച്ച് ബോംബെയിലെ മൺസൂൺ, അത് അടിപൊളിയായിരിക്കും. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ ഫാമിലിയുടെ കൂടെ ഇരുന്നു കൊണ്ട് മഴ ആസ്വദിക്കണം. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ചുമ്മാ കണ്ടുകൊണ്ടിരിക്കണം, അത്രയേ ഉള്ളൂ കാര്യം. ഭാര്യയെ വിളിക്കും, വാ ഇവിടെ വന്നിരിക്കി, വാ നമുക്ക് മഴ ആസ്വദിക്കാമെന്ന് പറയും. ഇങ്ങനെ താങ്കൾ മലയെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല സൈനിങ് എമൗണ്ടോട് ഒരു ഓഫർ വന്നു. കുടയുടെ താഴെ വെച്ചിട്ട് പോകാൻ പറയും. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, താങ്കൾ മോണിറ്റർ നോക്കാറില്ല. അതുപോലെ താങ്കൾ പെർഫോം ചെയ്യുന്നത് രണ്ടാമത്തെ പ്രാവശ്യം മോണിറ്ററിൽ നോക്കില്ലെന്ന്. സാർ, നിങ്ങൾക്ക് മുംബൈയിൽ സ്പൈസ് ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നു. സാർ, നിങ്ങൾ പറയുന്നതൊക്കെ റെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മീഡിയയിൽ ആർക്കും ഇതൊന്നും അറിയില്ല. ഇതിനെപ്പറ്റി ആദ്യമായിട്ട് ചോദ്യം ചോദിക്കുന്ന ആൾ നിങ്ങളാ. ഞാൻ എപ്പോഴും മോണിറ്ററിലൊന്നും നോക്കാറില്ല. എപ്പോഴും ഷൂട്ട് ചെയ്തതിന് ശേഷം ക്യാമറയിൽ എങ്ങനെ വന്നു, ഞാൻ എങ്ങനെ അഭിനയിച്ചു, ഇതൊന്നും ചെക്ക് ചെയ്യാറില്ല. അതിനാണല്ലോ ഡയറക്ടർ ഉള്ളത്. അദ്ദേഹമാണ് ക്യാപ്റ്റൻ. മോണിറ്റർ നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ ജോലിയാണ്. അദ്ദേഹം ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടേണ്ടത് കിട്ടി എന്നാണ് അർത്ഥം. പിന്നെ നമ്മളെന്ത് നോക്കാനാ? നിങ്ങളിൽ ആരെങ്കിലും ചോദ്യം ചോദിക്കുന്നുണ്ടോ? എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, രജത് സാറും പറഞ്ഞു നിങ്ങളുടെ മൂവീസ് ഒക്കെ സീക്വൽസ് ആണെന്ന്. നിങ്ങൾ റോൾസ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നു, അതിന്റെ പിന്നിലുള്ള കാരണം എന്താ? പടം നന്നായിട്ട് തന്നെ ഓടി. ഈ ഒരൊറ്റ കാരണം കൊണ്ട് സിനിമ ഹിറ്റായി. നിങ്ങൾ ഫ്ലോപ്പായ ഏതെങ്കിലും പടത്തിന്റെ സീക്വലോ പ്രീക്വലോ കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. അതിന്റെ ഒരേ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പടം ഹിറ്റായി. കാശ് ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും, പിന്നെ നന്നായിട്ട് സമ്പാദിക്കുകയും വേണം. നിങ്ങൾ ആദ്യമായിട്ട് മുംബൈയിലേക്ക് വന്നപ്പോൾ റൗഡി റോളിൽ അഭിനയിക്കാൻ വേണ്ടി രാം ഗോപാൽ വർമ്മയെ ചെന്ന് കണ്ടത്രേ, അത് നേരാണോ? ഞാൻ പോയിരുന്നു. അവിടെ പോയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എന്നേക്കാളും വലിയ റൗഡികളൊക്കെ അവിടെ ടീമായിട്ട് നടക്കുകയാണ്. എനിക്കപ്പോൾ തോന്നിയത് എന്നെ കാണാൻ ഒട്ടും റൗഡിയെ പോലെ ഇല്ലെന്നാണ്. അവിടെ ഉള്ള ഒരാൾക്ക് മുഖത്ത് ഇവിടെ ഒരു മാർക്കുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് നിങ്ങളൊരു ആക്ടറാണോ എന്ന് ചോദിച്ചു. അതെ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. കാണാൻ എന്താ ഇത്ര ഡേഞ്ചർ ആയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. റൗഡി ക്യാരക്ടറിന്റെ കാസ്റ്റിംഗ് അല്ലേ, അതിനിങ്ങനെ തന്നെയല്ലേ വരേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവനും മുഖത്ത് വെട്ടും കുത്തും ചോരയൊക്കെ ആയിട്ടാണ് വന്നത്. റാം സാർ എങ്ങനെയെങ്കിലും നമ്മളെയൊക്കെ സെലക്ട് ചെയ്യുമെന്ന് കരുതി കാണും. പക്ഷേ രാം ഗോപാൽ വർമ്മ താങ്കളെ വിളിച്ചിരുന്നു. വിളിച്ചിരുന്നു സർ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ് സർ. രാമു എന്നെ വിളിച്ചിട്ട് അവിടെ പോയി ഇരിക്കുമെന്ന് പറഞ്ഞു. അവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. അതൊരു 4 പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു ബെഞ്ചാണ്, വളരെ നീളത്തിലുള്ള ഒന്ന്. എന്നോട് പോയിട്ട് സൈഡിൽ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പോയിട്ട് മെല്ലെ സൈഡിൽ ഇരുന്നു. അപ്പോൾ അദ്ദേഹം അല്ല, കുറച്ചുകൂടി മോർ ദിസ് സൈഡ് എന്ന് പറഞ്ഞു. 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ബെഞ്ചിന്റെ ഏറ്റവും അറ്റത്തായിട്ട് ഞാൻ ഇരുന്നു. ഒരു 5 പേർക്ക് എന്റെ വലതുഭാഗത്തോട്ട് ഇരിക്കായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. രാമു ആണെങ്കിൽ എന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. 10-15 മിനിറ്റ് നിങ്ങൾ ഒരാൾ നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? അയ്യോ, ഞാൻ എവിടെയാ നോക്കേണ്ടത് എന്ന് തോന്നിപ്പോവില്ലേ? അതിനുശേഷം അദ്ദേഹം എന്നോട് പോവാൻ പറഞ്ഞു. പിന്നെ എന്നെ അദ്ദേഹം ഒരിക്കലും വിളിച്ചിട്ടില്ല. അല്ല, ആക്ച്വലി അദ്ദേഹം വളരെ വളരെ നല്ല ഡയറക്ടറാണ്. ഞാനൊരു തവണ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എന്നെ അഭിനന്ദിച്ചു. യു ആർ ഡൂയിങ് ഗുഡ് പങ്കജ് എന്നൊക്കെ പറഞ്ഞു. താങ്കളെ കാസ്റ്റ് ചെയ്തിരുന്നേ നന്നായിരുന്നേനെന്ന് ഇപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാകും. ഇല്ല സർ, ഇതൊക്കെ സമയത്തിന്റെ കളികളാണ് സർ. ആ സമയത്ത് തന്നെ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടം, എനിക്കും നഷ്ടം സംഭവിക്കുകയായിരുന്നു. ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുന്നത് നടന്നില്ലെങ്കിലും വിശ്വാസം നഷ്ടപ്പെടരുത്. നിങ്ങൾക്ക് വേണ്ടി എന്തോ വലുത് കാത്തിരിക്കുന്നുണ്ട്. മറ്റൊരു ഇടവേള നമുക്കെടുക്കാം. ഇടവേളയ്ക്ക് ശേഷം ആപ്കി അദാലത്തിൽ പങ്കജ് ത്രിപാഠിയോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും നമുക്ക് കാണാം. ഒരു പ്രാവശ്യം ഞാൻ അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, താങ്കളുടെ ഈ സംഭാഷണ ശൈലി എനിക്ക് പഠിക്കണമെന്ന്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ സംസാര ശൈലി പഠിക്കേണ്ട ആവശ്യമില്ല, എവിടെ നീ ക്ഷമയോടെ ഇരിക്കണം എന്നുള്ള കാര്യം പഠിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര വലിയ കാര്യമല്ലേ. ഇന്ന് ഈ ആപ്കി അദാലത്തിൽ ഞാൻ പങ്കെടുക്കണമെന്നൊരു നിയോഗമാണ്. പക്ഷേ ഇവിടെയും ഞാൻ നിശബ്ദനായാലോ എന്ന് ചിന്തിച്ചു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ഫിലിം സ്റ്റാറായ പങ്കജ് ത്രിപാഠിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ പങ്കജ് ത്രിപാഠിയുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം ഇദ്ദേഹം അളവിൽ കൂടുതൽ ഇമോഷണൽ ആകുന്നു എന്നുള്ളതാണ്. പങ്കജ് സാർ, താങ്കൾ ശരിക്കും ഇമോഷണൽ ഉള്ളൊരു വ്യക്തിയാണ്. താങ്കളുടെ കല്യാണം നടന്ന സമയത്ത് കുടുംബത്തിൽ നിന്ന് വന്നത് വൈഫല്ലേ, താങ്കൾ എന്തിനാ കരഞ്ഞത്? അതെ, ഞാൻ കാരണമാണല്ലോ അവരുടെ അമ്മയെ വിട്ടിട്ട് വരുന്നതെന്ന് തോന്നി. അതുകൊണ്ട് ഞാനൊരു കുറ്റവാളിയാണെന്ന് പോലും തോന്നി.
അങ്ങനെ ഒരു പെണ്ണ് തന്റെ വീട് ഉപേക്ഷിച്ച് വരുന്നതൊന്നും എനിക്കിഷ്ടമല്ല. എന്റെ ഭാര്യയെ പറ്റി മാത്രം പറഞ്ഞതല്ല ഞാൻ. ഗ്രാമത്തിൽ ഏത് പെൺകുട്ടികൾക്ക് കല്യാണം നടന്നാലും അവരുടെ അച്ഛനെയോ അമ്മയോ ഒക്കെ വിട്ടിട്ട് പയ്യന്റെ വീട്ടിലേക്ക് പോകുന്നത്, ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഇമോഷണൽ ആവാറുണ്ട്. ഇന്ന് തുടക്കത്തിൽ എന്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഇമോഷണലായി. അതിൽ വലുതായിട്ടൊന്നുമില്ല, ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളൊക്കെ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തതും എന്നെ സ്വീകരിച്ചതും നിങ്ങളുടെ ആരവങ്ങളും നിങ്ങളുടെ ആ സ്നേഹവും ഇതൊക്കെ കണ്ട് എന്റെ മനസ്സ് നിറഞ്ഞുപോയി. നിങ്ങൾ പറഞ്ഞ ഈ കുറ്റാരോപണം ശരി തന്നെയാണ്. ഇതൊരു നല്ല ആരോപണമാണ്. എല്ലാവരുടെ നേരെയും ഈ ഒരു ആരോപണം ഉന്നയിച്ചാൽ നന്നായിരിക്കും. ഗുഞ്ചൻ സക്സേന സിനിമയിൽ ജാൻവി കപൂർ ആക്ട് ചെയ്യുന്ന സമയത്ത് അവരെ സ്വന്തം മോളായിട്ട് കരുതിയെന്ന് കേട്ടു. അതുപോലെ അവരുടെ ടെക്സ്റ്റ് വായിച്ചിട്ട് കരഞ്ഞു എന്നും. അവരുടെ കൂടെ എനിക്ക് വളരെ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. അവരെന്റെ വീട്ടിലൊക്കെ വരാറുണ്ടായിരുന്നു. അവർ വളരെ സിൻസിയറും ഹാർഡ് വർക്കിംഗ് ഒക്കെയാണ്. പിന്നെ അച്ഛൻ മോൾ ബന്ധത്തെപ്പറ്റി പറയുമ്പോൾ എനിക്കൊരു മോളുണ്ട്. അപ്പോൾ പെൺകുട്ടികളോട് എനിക്ക് എപ്പോഴും ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം നോക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ 4-5 സ്ത്രീകളുണ്ട്. എൻ്റെ ഭാര്യ, എൻ്റെ മോള്, വീട്ടിൽ ജോലി ചെയ്യുന്നവർ. അതുകൊണ്ട് തന്നെ ഞാൻ വികാരാധീനനാവാറുണ്ട്. പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ അവരുടെ ജീവിതം നന്നാവണം, അവരെല്ലാവരും സക്സസ് ആവണം എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ടാണോ താങ്കൾ ഇന്റിമേറ്റ് സീനൊന്നും ചെയ്യാത്തത്? അല്ല, ഇന്റിമേറ്റ് സീനിന്റെ ഉദ്ദേശം എന്താണെന്നതാണ് കാര്യം. അങ്ങനെ നോക്കുകയാണെങ്കിൽ സെക്സ് എഡ്യൂക്കേഷനെ പറ്റി ഞാനൊരു സിനിമ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലക്ഷ്യം എന്താണെന്നതാണ് പ്രധാനം. തെറ്റായ സന്ദേശങ്ങൾ അത് ജനങ്ങൾക്ക് നൽകരുത്. അത് കഥയ്ക്കകത്ത് പ്രധാനമായിരിക്കണം. കഥയെ സംബന്ധിച്ച് അത് പ്രധാനമാണോ അല്ലയോ എന്ന് ഞാൻ നോക്കും. താങ്കൾ നിറയെ രാഷ്ട്രീയക്കാരുടെ റോൾ ചെയ്തിട്ടുണ്ട് ആ, ഫിലിമിൽ. അതെ. പക്ഷെ അടൽജി ഈ ദേശത്തിന്റെ ഹീറോയാണ്. സോ നിങ്ങൾ ഹീറോ ആകാൻ വേണ്ടി ധാരാളം പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടി വരുമല്ലേ? അതെ സർ. ആദ്യമൊക്കെ ഞാൻ വല്ലാതെ പേടിച്ചിരുന്നു സർ, ഒരുപാട് പേടിച്ചിരുന്നു. താങ്കൾ എപ്പോഴെങ്കിലും അടൽ ബിഹാരി വാജ്പേയിയെ കണ്ടിട്ടുണ്ടോ? അതെ, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അതൊരു വലിയ കഥ തന്നെയാണ്. എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. അത് ഒരു 26-27 വർഷം മുന്നേ നടന്നതാ. പട്നയിലെ ഒരു മൈതാനത്തിൽ 95-96 അപ്പോഴാ നടന്നതെന്ന് തോന്നുന്നു. അപ്പോ ഒരു റാലി നടന്നിരുന്നു. അദ്ദേഹം എന്റെ പ്രിയപ്പെട്ട നേതാവാണ്. അദ്ദേഹം അവിടെ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ആ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പോയി. അദ്ദേഹത്തിന്റെ സ്പീച്ച് കേൾക്കുക എന്നായിരുന്നു ലക്ഷ്യം. ഞാൻ എന്റെ സൈക്കിൾ എടുത്തുകൊണ്ട് പട്നയിലേക്ക് പോയി. അവിടെ ആ മൈതാനത്തിന്റെ ഒരു മൂലയിൽ എന്റെ സൈക്കിൾ നിർത്തി, അത് ഞാൻ ചങ്ങലയൊക്കെ ഇട്ട് ലോക്കും ചെയ്ത് അതിന്റെ ചാവിയും പോക്കറിലിട്ടുകൊണ്ട് ഞാൻ ജാഥയിലേക്ക് പോയി. ലക്ഷക്കണക്കിന് ആളുകൾ അന്ന് അവിടെ സമ്മേളിച്ചിരുന്നു. എനിക്കന്ന് അടൽജിയെ ഒന്ന് അടുത്ത് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും തള്ളി മാറ്റിക്കൊണ്ട് ഞാൻ വളരെ മുന്നോട്ട് പോകാൻ നോക്കി. പക്ഷേ ഒരു 300-400 മീറ്ററേ പോകാൻ കഴിഞ്ഞുള്ളൂ. കാരണം ജനങ്ങൾ അന്ന് അവിടേക്ക് ഒഴുകി വന്നിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ അന്ന് 95-96 നടന്ന ആ പൊളിറ്റിക്കൽ റാലിയിൽ 400 മീറ്റർ ദൂരെ നിന്നുകൊണ്ട് ഞാൻ അന്ന് അടൽജിയെ കണ്ടു. പിന്നെ സിനിമയിൽ വൈഡ് ആംഗിൾ എന്നൊക്കെ പറയാറില്ലേ, വൈഡ് ഫ്രെയിം. ആ വൈഡ് ആംഗിളിൽ നിന്ന് നോക്കിയാൽ മുഴുവനായിട്ടും കാണാൻ പറ്റും, ആ മുഴുവൻ സ്റ്റേജും കാണാൻ പറ്റും. അങ്ങനെയായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അന്ന് അടൽജി സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു സ്പീച്ച് നടത്തുകയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പുറകിൽ ശത്രുഘ്നൻ സിൻഹ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വൈഡ് ആംഗിളിൽ കണ്ടുകൊണ്ടേയിരുന്നു. കാരണം എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല, മാത്രമല്ല പുറകോട്ടും പോകാൻ കഴിഞ്ഞില്ല. ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ രവി ജാദവ് എന്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹം സെറ്റിൽ എന്നെ അടൽജി എന്നായിരുന്നു വിളിക്കാറ്. അവിടെ DOP ഉണ്ടാവും, അതായത് സിനിമാറ്റോഗ്രാഫർ. ഞങ്ങളുടെ DOP ലോറൻസിന്റെ അടുത്ത് രവി ജാദവ് സർ അടൽജിക്ക് ഒരു ക്ലോസ് വെക്കുക എന്ന് പറയും. ചില സമയത്ത് എക്സ്ട്രീം ക്ലോസ് വെക്കാനും പറയാറുണ്ട്. അടൽജിക്ക് എക്സ്ട്രീം ക്ലോസ് വെക്കാൻ പറയുമ്പോഴൊക്കെ അപ്പോൾ എൻ്റെ മൈൻഡിൽ അന്നത്തെ ആ വൈഡ് എൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കും. ഞാൻ അന്ന് ദൂരെ നിന്ന് കണ്ട ആ ഒരു ആംഗിൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ വരുന്നത്, ജീവിതത്തിന്റെ എക്സ്ട്രീം വൈഡ് ഉണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ വഴിയിലൂടെ തന്നെ നടക്കുകയാണെങ്കിൽ അത് എക്സ്ട്രീം ക്ലോസ് ആയിട്ട് മാറും. ആപ്കി അദാലത്തിൽ അടൽ ബിഹാരി വാജ്പേയി എന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മേൽ കോൺട്രഡിക്ഷൻ ഉണ്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അതിന് അദ്ദേഹം ഉത്തരം പറഞ്ഞെന്താന്ന് വെച്ചാ, എന്റെ അച്ഛൻ ശരിയായിട്ടുള്ള പേരാണ് എനിക്ക് വെച്ചിരിക്കുന്നത്, എന്റെ പേര് അടൽ, ഒപ്പം ഞാനൊരു ബീഹാറിയാണ്. സിനിമയിലും അദ്ദേഹം ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഞങ്ങളെല്ലാവരും ശ്രമിച്ചിരുന്നു. അദ്ദേഹം എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ചെയ്യുന്ന ഞാനും ഒരു ബീഹാറി ആണല്ലോ. അടൽജിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കും, ആവശ്യമുള്ളപ്പോൾ ദേഷ്യപ്പെടുകയും ചെയ്യും. പാകിസ്ഥാനോട് അദ്ദേഹം ദയാലുവുമായിരുന്നു, ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സിനിമയെ കാണാൻ സാധിക്കുമോ? അതെ സർ, തീർച്ചയായിട്ടും ഉണ്ട്.
അതിനകത്ത് ലാഹോർ ബസ് യാത്രയുണ്ട്. അദ്ദേഹം പാകിസ്ഥാനുമായിട്ട് ഒരു സമാധാനപരമായ ബന്ധം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എവിടെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമോ അതും അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതും ഞങ്ങൾ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോഴേ നമുക്ക് ഒരാളെ പറ്റി മുഴുവനായിട്ടും അറിയാൻ പറ്റൂ, അദ്ദേഹത്തിന്റെ എല്ലാ വശങ്ങളിൽ നിന്നും അറിയാൻ പറ്റൂ. ഇതിനുവേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. താങ്കൾ അടൽജിയെക്കുറിച്ചുള്ള സിനിമ എടുക്കുന്ന സമയത്ത് അടൽ ബിഹാരി വാജ്പേയിയെ പറ്റി എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതെ സർ, ഒരുപാട് പഠിച്ചു. പക്ഷേ ഷൂട്ടിങ്ങിന് മുന്നേ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നന്നായേനെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ പറ്റിയുള്ള മറ്റൊരു വശം കൂടി ഞങ്ങൾക്ക് അറിയാൻ കഴിയുമായിരുന്നു. അദ്ദേഹവും വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ? അതെ, അതൊക്കെ താങ്കളുടെ പടത്തിൽ കാണിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. തീർച്ചയായിട്ടും കാണിക്കും. എല്ലാ ഇമോഷനുകളും കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു പയ്യന്റെ കഥയാണിത്. എങ്ങനെയാണ് അദ്ദേഹം അടൽ ബിഹാരി വാജ്പേയി ആയിട്ട് മാറിയത്, എവിടെയെല്ലാം പോയി, എങ്ങനെയൊക്കെ മാറി, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്പീച്ച്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, അതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ക്ഷമ ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ എന്തു തന്നെ ചെയ്താലും ശരി, അദ്ദേഹത്തെ പോലെ ഒരു വാഗ്മിയാവാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് വളരെ കുറച്ചേ ഞാൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളൂ. പടത്തിൽ ഞാൻ ഇമിറ്റേഷനോ മിമിക്രിയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഞാൻ അടൽജിയുടെ ചിന്തകളെ മനസ്സിലാക്കാനും അത് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാനുമാണ് ശ്രമിച്ചത്. പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. ഓരോ 5 വർഷവും ഗവൺമെന്റ് മാറിക്കൊണ്ടേയിരിക്കും, പക്ഷെ രാഷ്ട്രം ശാശ്വതമായ ഒന്നാണ്, ജനാധിപത്യവും ശാശ്വതമായി നിലനിൽക്കും. അപ്പോൾ കൈ വലതുഭാഗത്തോട്ട് പോയോ ഇടതുഭാഗത്തോട്ട് പോയോ എന്നത് പ്രധാനമല്ല, അദ്ദേഹത്തിന്റെ ചിന്തകൾ എന്തായിരുന്നു എന്നതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ ചിന്താഗതി, പിന്നെ ഈ ഫ്രെയിം ഓഫ് മൈൻഡ്, പിന്നെ മെന്റൽ സ്റ്റേറ്റ്, ഇതൊക്കെ സ്ക്രീനിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. താങ്കൾ വാജ്പേയിയുടെ റോൾ ചെയ്യുന്തോറും അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കും തോറും താങ്കൾക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? താങ്കൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ? അതെ സർ, ഒരുപാട്. എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയാണ് എന്നെ ഒരു ശാന്ത സ്വഭാവക്കാരനാക്കിയത്. എന്റെ ഉള്ളിൽ എന്നെ ഒരു ജനാധിപത്യവാദിയാക്കി. എന്നെ ആരെങ്കിലും വിമർശിക്കുകയോ കുറ്റം പറയുകയോ ഒക്കെ ചെയ്താൽ എനിക്കിപ്പോൾ ദേഷ്യം വരാറില്ല. അത് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ കാരണമാണ്. എന്റെ ചിന്താഗതി നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കാതിരിക്കാം, അത് ഞാൻ അംഗീകരിക്കുന്നു. അടൽജിയുടെ ക്യാരക്ടർ ചെയ്തപ്പോൾ അത് എന്റെ ക്യാരക്ടർ പോലെ തന്നെയായിരുന്നു. അദ്ദേഹം ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം വളർന്നു പോകുന്നുവോ അപ്പോൾ ക്ഷമയ്ക്കുള്ള ബലവും നമ്മൾ വളർത്തിക്കൊണ്ടേയിരിക്കണം. അതെ അതെ അതെ, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചില സമയം സംസാരത്തേക്കാൾ നല്ലത് ശാന്തതയാണ്. ഒരു പ്രാവശ്യം ഞാൻ അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, താങ്കളുടെ ഈ സംഭാഷണ ശൈലി എനിക്ക് പഠിക്കണമെന്ന്. ആ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ സംസാര ശൈലി പഠിക്കേണ്ട ആവശ്യമില്ല, എവിടെ നീ ക്ഷമയോടെ ഇരിക്കണം എന്നുള്ള കാര്യം പഠിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. ആ, എത്ര വലിയ കാര്യമല്ലേ. ഇന്ന് ഈ ആപ്കി അദാലത്തിൽ ഞാൻ പങ്കെടുക്കണമെന്നതൊരു നിയോഗമാണ്. പക്ഷേ ഇവിടെയും ഞാൻ നിശബ്ദനായാലോ എന്ന് ചിന്തിച്ചു. ഈ പടത്തിലും വാജ്പേയിയുടെ കവിതകൾ കേൾക്കാനുള്ള സന്ദർഭമുണ്ടോ? ജനങ്ങൾക്ക് ഇത് കേൾക്കാൻ സാധിക്കുമോ? ഉണ്ട് സർ. ഈ പടത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കവിതകളുണ്ട്. സീനിലെ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ ഡയലോഗുകൾക്ക് പകരമായിട്ട് 2 ലൈൻ കവിതകൾ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് പടത്തിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അത് ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം താങ്കളുടെ ശബ്ദത്തിലാണ്? അതെ, എന്റെ ശബ്ദത്തിൽ തന്നെ. പക്ഷേ പടത്തിലെ ചില സ്ഥലങ്ങളിൽ അത് അടൽജിയുടെ ശബ്ദത്തിൽ തന്നെയാണുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. जो जितना ऊंचा उतना ही एकाकी होता है, हर भार को स्वयं ही ढोता है, चेहरे पर मुस्काने चिपका मन ही मन रोता है. जरूरी ये है कि ऊंचाई के साथ विस्तार भी हो, ऊंचाई के साथ विस्तार भी हो, जिससे मनुष्य ठूंठ सा खड़ा ना रहे, औरों से घुले मिले, किसी को साथ चले, किसी के संग चले, भीड़ में खो जाना, यादों में डूब जाना, स्वयं को भूल जाना, अस्तित्व को अर्थ, जीवन को सुगंध देता है. धरती को बौनों की नहीं, ऊंचे कद के इंसानों की ज़रूरत है, इतने ऊंचे कि आसमान को छू लें. ഇതാണ് ആ കവിത. ഈ കവിതയുടെ അവസാന ഭാഗത്തായിട്ട് ഒരു വരിയുണ്ട്. कि मेरे प्रभु मुझे इतनी ऊंचाई कभी मत देना, गैरों को गले न लगा सकूं, इतनी रुखाई कभी मत देना. സർ, എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സർ നിങ്ങൾ കുറേ പടങ്ങളിൽ ഒരുപാട് റോൾസ് അഭിനയിച്ചിട്ടുണ്ട്. സർ, നിങ്ങൾ അടൽജിയുടെ ഇത്രയും വലിയ ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ ഇതിൽ നിങ്ങൾ എന്തൊക്കെ ചാലഞ്ചാണ് ഫേസ് ചെയ്തത്? ഇതിലുണ്ടായിരുന്ന വലിയൊരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, ഞാൻ അദ്ദേഹത്തെ എത്രമാത്രം ഇമിറ്റേറ്റ് ചെയ്യുന്നു, എത്രമാത്രം കോപ്പി ചെയ്യുന്നു, ക്യാരക്ടറിനോട് നീതി പുലർത്താൻ പറ്റുമോ, അദ്ദേഹത്തിന്റെ ആ വലിയ ജീവിതത്തിൽ എന്തൊക്കെ കാണിക്കണം, എന്തൊക്കെ കാണിക്കണ്ട, എന്തൊക്കെ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തണം. സത്യം പറഞ്ഞ ഫിലിം എന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിനേക്കാൾ ഒക്കെ വലിയ വെല്ലുവിളി മേക്കപ്പിന്റെ കാര്യത്തിലായിരുന്നു.
2 മണിക്കൂർ നേരത്തേക്ക് എന്റെ മുഖത്ത് പ്രോസ്തറ്റിക് ഉണ്ടാവും, അതും ലക്നൌവിലെ 45-46 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ. പ്രോസ്തറ്റിക്കിന്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ താപനില 20-22 ഡിഗ്രി ആണെങ്കിൽ നമുക്കത് 5 മണിക്കൂർ നേരം ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ അന്ന് ലൊക്കേഷനിൽ 45 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള കാലാവസ്ഥയിൽ, അതൊക്കെ എനിക്ക് വലിയ ചാലഞ്ചിങ് തന്നെയായിരുന്നു. ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ ഫിലിമിന്റെ പ്രൊഡ്യൂസറായ വിനോദ് സാർ ഇവിടെയുണ്ട്. വിനോദ് സാർ, താങ്കളോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ അടൽ ബിഹാരി വാജ്പേയിയുടെ വളരെ കഷ്ടമായ റോൾ ചെയ്യുവാൻ വേണ്ടി പങ്കജ് ത്രിപാഠിയെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു? അതായത് അടൽ ബിഹാരി വാജ്പേയിയെ കുറിച്ച് ഞങ്ങൾ സിനിമ ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ഞങ്ങളുടെ കണ്ണിൽ ആരെയും കണ്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരൊറ്റൊരു മുഖേ തോന്നിയുള്ളൂ. ഞാനും അത് തന്നെയാണ് പങ്കജ് സാറിനോട് പറഞ്ഞത്. നിങ്ങൾ ഈ സിനിമ വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സിനിമ ഒരിക്കലും എടുക്കില്ലെന്ന്, ഞങ്ങളെ കൂടെ ചെയ്യാൻ പറ്റില്ലെന്നും പറഞ്ഞു. ആൻഡ് ഐ തിങ്ക് ഞങ്ങളുടെ ചോയ്സ് വളരെ കറക്റ്റ് ആണ്. വളരെ കഷ്ടപ്പെട്ടാണ് ഈ പടം എടുത്തിരിക്കുന്നത്. നല്ലൊരു റിസൾട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ജനങ്ങളുടെ കയ്യിൽ. ജനുവരി 19 അന്ന് ഞങ്ങളുടെ ചോയ്സ് കറക്റ്റോ അല്ലയോ എന്ന് ജനങ്ങൾ പറയും. വിനോദ് സാർ, ഞാൻ അടൽജിയെ വളരെയധികം അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്കറിയാം, അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ എനിക്കറിയാം. ആപ്കി അദാലത്തിൽ അദ്ദേഹത്തെ ഇരുത്തി ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഒപ്പീനിയൻ കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കാം. പക്ഷെ താങ്കൾ അടൽജിയുടെ ക്യാരക്ടർ ആര് ചെയ്യണമെന്ന് ഇപ്പോൾ ചൂസ് ചെയ്ത് കാണുമല്ലോ, അത് കൃത്യമായതാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വ്യൂവേഴ്സൊക്കെ കാത്തുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ അടൽ ബിഹാരി വാജ്പേയിയായിട്ട് എങ്ങനെ അഭിനയിച്ചു, അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രമൊക്കെ എങ്ങനെയാണ്, അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ജനങ്ങൾ വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. പടത്തിന് വേണ്ടിയുള്ള എക്സൈറ്റ്മെന്റും വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇന്നത്തെ നമ്മുടെ ജഡ്ജി ആപ്കി അദാലത്തിൽ ഏത് രീതിയിലുള്ള ജഡ്ജ്മെന്റ് ആണ് നൽകാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് പ്രസിദ്ധനായ അഭിനേതാവ് പങ്കജ് ത്രിപാഠിയെയാണ്. ഇപ്പോൾ നമ്മൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ സോണൽ കാൾറയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. പങ്കജ് സാർ, ആസ് എ ആക്ടറായിട്ട് നിങ്ങൾക്ക് ഈ കോംപ്ലിമെന്റ് കിട്ടിയിരിക്കുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. എങ്കിലും ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു ആക്ടറേ അല്ല. നിങ്ങൾ സ്ക്രീനിൽ അഭിനയിക്കുന്നത് കാണാൻ വളരെ നാച്ചുറലായിട്ടും നേരായിട്ടും തോന്നുന്നു. എത്രത്തോളമാണെന്ന് വെച്ചാൽ നിങ്ങൾ അഭിനയിക്കുന്നത് പോലെയേ ഇല്ല. എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള ഒരുപാട് പേർക്ക് അങ്ങനെ തോന്നുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് അവരിൽ ഒരാളാണ് സ്ക്രീനിൽ അഭിനയിക്കുന്നതെന്ന് തോന്നും. നിങ്ങൾക്കുള്ളിൽ നാച്ചുറലായിട്ട് ആ അഭിനയിക്കാനുള്ള ക്വാളിറ്റി ഉണ്ട്. അതോടൊപ്പം അതേ സത്യസന്ധതയോടെയും നിങ്ങളുടെ മേലിൽ ചുമത്തപ്പെട്ടിട്ടുള്ള ഓരോ കുറ്റാരോപണങ്ങൾക്കും അതുപോലെ നിങ്ങളോട് ചോദിക്കപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാം നിങ്ങൾ അംഗീകരിച്ചിട്ട് നേരാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല നന്നായിട്ട് റിപ്ലൈ ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ശിക്ഷയും നൽകാൻ പോകുന്നതല്ല. പക്ഷേ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരുടെ ആഗ്രഹവും ഇതായിരിക്കും. നിങ്ങൾ ഒരുപാട് വർഷം ഇതുപോലെ അഭിനയിക്കണം. നിങ്ങളുടെ പുതിയ വർഷം വളരെ നന്നായിരിക്കണം. സ്പെഷ്യലായിട്ട് നിങ്ങളുടെ അറ്റലിന് ഓൾ ദി ബെസ്റ്റ് സാർ. വളരെ നന്ദിയുണ്ട് മാഡം. നന്ദി മാഡം. പിന്നെ ഇന്ന് ആപ്കി അദാലത്തിൽ സോനൽ മാഡം തന്നെ ജഡ്ജായിട്ട് വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മറ്റേതൊരു അഭിനേതാവായിരുന്നെങ്കിലും ശരി, ഇതിനേക്കാൾ വലിയൊരു കോംപ്ലിമെന്റ് അവർക്ക് കിട്ടാൻ പോകുന്നില്ല. അതായത് നിങ്ങൾ സ്ക്രീനിൽ വരുന്ന സമയത്തെല്ലാം നിങ്ങൾ അഭിനയിക്കുന്നത് പോലെ തോന്നില്ല. ആ ക്യാരക്ടറായി ജീവിച്ച് അങ്ങനെ തന്നെ ജനങ്ങളുടെ മുന്നിലും എത്തുന്നു. താങ്കളുടെ ഈ കഴിവും അഭിനയ പാഠവും കൂടിക്കൊണ്ടേയിരിക്കണം. ഇനിയും ഉയർച്ചകളിലെത്തണം. താങ്കൾക്ക് ജനങ്ങളുടെ സ്നേഹം ഇനിയും കൂടുതൽ ലഭിക്കണം. ഒരു ബെസ്റ്റ് വിഷസോടുകൂടി ഇന്നത്തെ വിചാരണ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി മറ്റൊരു സെലിബ്രിറ്റിയോടൊപ്പം നിങ്ങളെ വന്ന് കാണുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക. നമസ്കാരം.